എല്ലാവർക്കും ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാം വലൈക്കും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് സംതിങ് വിച്ച് ഈസ് റിയലി അമേസിങ്. ഒരു വീക്ക് ഡേ ആണ്. ഒരു വീക്ക് ഡേയിൽ ആൾക്കാരിങ്ങനെ നമ്മളൊരു ഇൻവൈറ്റേഷനിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം, ജോലി ചെയ്യുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ മറ്റു പല കാര്യത്തിലും ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വന്ന് ഈ ഒരു വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ വന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഹൗ ടു സ്റ്റാർട്ട് യുവർ ഇ കൊമേഴ്സ് ബിസിനസ് ഇൻ ദുബായ്. പക്ഷേ ഇതിൽ ദുബായിലുള്ള ആൾ മാത്രമല്ല, മറ്റൊരുപാട് ആൾക്കാരും ഈ ഒരു വെബിനാറിൽ വന്നിട്ടുണ്ട്. പക്ഷെ ദുബായിൽ ഇരുന്നുകൊണ്ട് ദുബായിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിലും ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഫോർ എവ്രി വൺ. ഏത് ലോകത്തിന്റെ ഭാഗത്തിരുന്നിട്ടുള്ളൂ ചെയ്യാന്നുള്ളതാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് നമ്മളൊരു ബിസിനസ് ഇങ്ങനെ നടത്തിക്കൊണ്ടു വന്നും, അതായത് ടെക്നോളജി ബിസിനസ്, ഇ കൊമേഴ്സ് ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സെറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു തോട്ട് വന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഒരു ഇ കൊമേഴ്സ് സെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇ കൊമേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ആദ്യം വരിക ഇത് വലിയൊരു കടമ്പയാണ്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് ടെക്നോളജിയാണ്. അതിപ്പോൾ ചെറിയ ബിസിനസ് നടത്തുന്നവർ 4 ടൈപ്പ് ആൾക്കാരെയാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഓൾറെഡി ഒരു ബിസിനസ്സുള്ള ആൾക്കാർ, അവർ ഇ കൊമേഴ്സിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം. രണ്ടാമത്തത്, ഒരു ഇ കൊമേഴ്സ് ബിസിനസ് തുടങ്ങണം, ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല, അപ്പം എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. മൂന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് എന്താണ്, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ബിസിനസ് അല്ല സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് തുടങ്ങണം. നാലാമതുള്ള ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, സാധാരണക്കാരാണ്. ഇവർക്ക് ഒരു സൈഡ് ഹാസിലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളിൽ കൂടെ ഓരോ 2-3 ആൾക്കാരോ 4-5 ആൾക്കാരോ കൂടിയിട്ട് ഒരു ബിസിനസ് സെറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്. നമ്മൾ അങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾ, പ്രവാസികൾ, നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ചെയ്യണം എന്ന് തിരിഞ്ഞ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഈവന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തത്, ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 24 hours 365 days നമുക്കൊരു സാധനം ഓൺലൈൻ വഴി വാങ്ങിക്കാൻ, ആൾക്കാർക്ക് വാങ്ങാനും അത് വിൽക്കാനും തമ്മിലുള്ള ഒരു സംവിധാനമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് തരത്തിലാണ് ഇപ്പം ഇ കൊമേഴ്സ് ഉള്ളത്. ഡിഫറെന്റ് ടൈപ്പിലുണ്ട്. ഏത് കാര്യവും ഓൺലൈനിൽ നമ്മൾ വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിനും ഇ കൊമേഴ്സ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ദുബായിൽ ഒരു ഇ കൊമേഴ്സ് തുടങ്ങണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുബായ് എന്തുകൊണ്ട് ഇ കൊമേഴ്സിന് ഇത്രയും ഒരു പറുദീസ എന്ന് പറയുന്നത്? ദുബായിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവാം, പക്ഷെ ദുബായിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ദുബായെ കുറിച്ച് പറയുന്നത്. ഗവൺമെന്റ് സപ്പോർട്ട് വളരെ എഫക്റ്റീവാണ് ഇവിടെ. ഏത് കാര്യത്തിനും, ലൈസൻസിങ്ങിന്റെ കാര്യമാണെങ്കിലും അതുപോലെ മറ്റു രീതിയിലുള്ള എല്ലാ കാര്യത്തിനും ദുബായിന്റെ ഇനീഷ്യേറ്റീവ് ഭയങ്കരമാണ്. പിന്നെ അവിടെ ഇ കൊമേഴ്സ് സിറ്റി തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഡിജിറ്റൽ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ ഇതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. ഇപ്പം ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ, ആഫ്രിക്കൻസ് ആണെങ്കിലും അറബ്സ് ആണെങ്കിലും യൂറോപ്യൻസ് ആണെങ്കിലും ഏത് രാജ്യത്തും ഏത് സ്ഥലത്തും വന്ന് ചെന്ന് ഇടാൻ പറ്റുന്ന ഏറ്റവും ഈ ഒരു മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും നല്ലൊരു ഹബ്ബ് എന്ന് പറയുന്നത് ദുബായ് ആണ്. പിന്നെ കൺസ്യൂമറിന്റെ ബിഹേവിയർ ആണ്. ഇപ്പം യു കെയിലും യു എസിലൊക്കെ യൂറോപ്പിലൊക്കെ ആൾക്കാർ ഇ കൊമേഴ്സ് ഇങ്ങനെ ഒരുപാട് അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴും ഈ ഒരു സംവിധാനത്തിൽ GCC അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ ഇ കൊമേഴ്സ് വഴി, ഓൺലൈൻ വഴി വാങ്ങിക്കുന്നത് ഈ ഒരു ദുബായ് എന്നുള്ള നഗരത്തിലാണ്. ബിക്കോസ് അതിന് കാരണം ഒന്ന്, ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിന് അവർക്ക് ഒരുപാട് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, ഹൺഡ്രഡ്സ് ഓഫ് കൺട്രീസിലുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു എൻട്രി, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിലാണെങ്കിലും ഈ ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 1 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഈസാണ്, ഒരു എൻട്രി ചെയ്യാൻ നമുക്ക് വളരെ. ഇതൊക്കെ കൊണ്ടാണ് ഇ കൊമേഴ്സ് നമ്മൾ ദുബായിൽ എന്തുകൊണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇനി മെയിൻ എലമെന്റ്സ് ഓഫ് ഇ കൊമേഴ്സ്. നമ്മളിപ്പോൾ ഇ കൊമേഴ്സ് ദുബായിൽ നമ്മൾ തുടങ്ങുന്നു, ഇവിടെ കേരളത്തിൽ തുടങ്ങുന്നു, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും, ഖത്തറിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും സൗദിയിലാണെങ്കിലും എവിടെ നമ്മൾ തുടങ്ങണമെങ്കിലും ആദ്യം നമുക്ക് വേണ്ട ഒരു 5 ഘടകങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്.
5 എസെൻഷ്യൽസ് നമുക്ക് വേണം. ഈ 5 എസെൻഷ്യൽസ് എന്ന് പറയുന്നത്, ഒന്നാമത് നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം വേണം. അതായത് ഒരു ഓൺലൈനിൽ ഒരു സ്റ്റോർ വേണം. ആ സ്റ്റോർ എന്തും ആവാം, എനിത്തിങ് ഇറ്റ് ക്യാൻ ബി എ സ്റ്റോർ. ആ സ്റ്റോർ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോർ ആവാം, ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോർ ആവാം, ഒരു വെബ്സൈറ്റിന്റെ സ്റ്റോർ ആവാം, അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ സ്റ്റോറിലേക്ക് കൊടുക്കാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോർ. അതായത് നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ഇങ്ങനെ കണക്കാക്കിയാൽ മതി. നമ്മളൊരു ഷോപ്പ്, നോർമൽ ഷോപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ലൊക്കേഷൻ വേണം. ആ ലൊക്കേഷനിലായിരിക്കും. ഒന്നുകിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ തുടങ്ങും, അതല്ലെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിന്റെ അകത്ത് തുടങ്ങും ഒരു ചെറിയ ഷോപ്പ്, അതല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റി സെന്റർ പോലത്തെ മാളിൽ തുടങ്ങും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ചില, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ ഒരു ഉത്സവം നടക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് തുടങ്ങും. ഇതാണ് സാധാരണ നമ്മളുടെ കോമൺ സിനാരിയോയിൽ നമ്മൾ ഫിസിക്കലായിട്ട് തുടങ്ങുന്നത്. ഇതേ ഫിസിക്കൽ ആയിട്ടുള്ള സംഭവത്തിന്റെ ഡിജിറ്റൽ വേർഷൻ തന്നെയാണ് ഈ ഓൺലൈൻ സ്റ്റോറും. എന്താണോ നമ്മൾ സാധാരണ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന കച്ചവടം, ആ കച്ചവടത്തെ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ, അതാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തത്, അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കണം. ഒന്നുകിൽ വെബ്സൈറ്റ് ആവാം, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആവാം, അതുമല്ലെങ്കിൽ ഒരു വാട്സപ്പ് ആവാം, അതുമല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മാർക്കറ്റ് പ്ലേസ് ആവാം. അതാണ് ഒന്നാമത് നമുക്ക് വേണ്ടത്. നമ്മൾ തീരുമാനിക്കേണ്ട അതാണ്. ഞാനൊരു പ്രൊഡക്റ്റ് പിന്നെ കണ്ടെത്തുന്നതിന് മുമ്പേ നമുക്ക് ഇതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റ്? ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ വിചാരിക്കും ഒരു പെന്നാവാം, അതല്ലെങ്കിൽ ഒരു വാളറ്റ് ആവാം, അതല്ലെങ്കിൽ വേറെ ഒരു സ്പെക്സ് ആവാം, ഇങ്ങനെയുള്ള എന്തെങ്കിലാണ് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ പറയുന്നത്. പക്ഷേ വരുന്ന കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു സർവീസിനെ കൂടി നമുക്ക് പ്രൊഡക്റ്റ് ആക്കി മാറ്റാന്നുള്ളതാണ്. ഇപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഒരു സർവീസിനെ നമുക്കൊരു പ്രൊഡക്റ്റ് ആയിട്ട് രൂപാന്തരപ്പെടുത്താം. ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിനെ ഒരു ഇതായിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മളൊരു നല്ലൊരു ട്രെയിനറാണ്, നല്ലൊരു ടീച്ചറാണെങ്കിൽ ആ ടീച്ചറുടെ കാര്യങ്ങളും വീഡിയോസും അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വെക്കാം. അതേപോലെ തന്നെ നല്ലൊരു കുക്കാണ്, നമ്മൾ നല്ലൊരു കുക്കാണ്, വീട്ടിൽ ഒരുപാട് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഫുഡ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇനി അതല്ല, ആ കുക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ അഡ്വൈസസ് പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കാം, ഒരു ട്യൂഷൻ ക്ലാസ് പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഇ കൊമേഴ്സ് വഴി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. ഇപ്പൊ സാധാരണ ഇപ്പൊ വളരെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ചില സോഫ്റ്റ്വെയറിലൊക്കെ ഭയങ്കര പരിജ്ഞാനികളായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് സോഹോ എന്നുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടാലി എന്നുള്ള സോഫ്റ്റ്വെയർ എനിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ സർവീസ് എനിക്ക് ഓൺലൈനിൽ കൂടി വിൽക്കാൻ പറ്റും. ഐ സെറ്റപ്പ് യുവർ സോഹോ, അല്ലെങ്കിൽ ഐ സെറ്റപ്പ് യുവർ ടാലി, അല്ലെങ്കിൽ ഐ സെറ്റപ്പ് ദിസ് എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും. ഏത് കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് ഒരു ടാഞ്ചിബിൾ ആയി കാണാൻ പറ്റുന്നത് മാത്രമല്ല പ്രൊഡക്റ്റ്. ഒരു വാച്ചോ ഒരു ബാഗോ ഒരു ഫ്ലവറോ മാത്രമല്ല പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏത് സർവീസിനെയും നിങ്ങൾക്ക് പ്രൊഡക്റ്റായി രൂപാന്തരപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ബ്യൂട്ടി. ഇതൊരു പക്ഷേ ഇതുവരെയും നാളെ നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടാവില്ല, ആരിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വരുന്ന കാലങ്ങളിൽ ഡിജിറ്റൽ അസറ്റ്സ് ആയിട്ടും അതുപോലെ സർവീസസുകളെയും നമ്മൾക്ക് പ്രൊഡക്റ്റായി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അത് ഫിസിക്കൽ ആവട്ടെ, അതിന് സർവീസ് ആവട്ടെ. ഇതാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും വിചാരിക്കുക എനിക്ക് എവിടെയും ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് അതൊന്നും വിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. 2-3 ആൾക്കാർ കൂടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോപ്പർ സർവീസ്, ഒരു PR സർവീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് സർവീസ് ആണെങ്കിൽ, ഒരു അക്കൗണ്ടിങ് സർവീസ് ആണെങ്കിൽ, ഇപ്പൊ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ദുബായിലും UAE എന്ന് പറഞ്ഞാൽ വളരെയധികം ഓപ്പർച്യൂണിറ്റി. നമ്മൾ ജോലി തേടി നടന്ന് അവസാനം ഒന്നും എത്താത്ത ആൾക്കാർക്ക് ഒരു 3-4-5 അക്കൗണ്ടൻസ് കൂടിയിട്ട് ഓൺലൈനിൽ വളരെ ചെറിയ പൈസക്ക് ലൈസൻസ് വാങ്ങിച്ചിട്ട് ഓൺലൈനിൽ നിങ്ങളുടെ അക്കൗണ്ട് സർവീസ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അതിലൂടെ അതിൽ SEO ചെയ്ത് അതിൽ മാർക്കറ്റ് ചെയ്ത് അങ്ങനെ വീഡിയോസ് വെച്ചിട്ട് അത് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ ആണ്. അപ്പൊ ആ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊരു മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം പെർമിറ്റ് അല്ലെങ്കിൽ ലൈസൻസ് ആണ്. ഇപ്പൊ ഇവിടെ UAE നമുക്ക് പ്രത്യേകിച്ച് ദുബായിലൊക്കെ നമുക്ക് ഏത് സാധനം നമ്മൾ ചെയ്യണമെങ്കിലും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ് ലൈസൻസ് എന്ന് പറയുന്നത്. സോ ലൈസൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, പ്രൊഡക്റ്റ് നമ്മൾ കണ്ടു, ലൈസൻസ് എടുത്താൽ പിന്നെ നമുക്ക് വേണ്ടത് പേയ്മെന്റ് ഗേറ്റ് വേ. ഓഫ് കോഴ്സ് ഓൺലൈൻ വഴി പേയ്മെന്റുകൾ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ പേയ്മെന്റ് ഗേറ്റ് വേ നമുക്ക് ആവശ്യമാണ്. അതായത് നമ്മളുടെ വെബ്സൈറ്റ് വഴി, ആപ്പ് വഴി, സോഷ്യൽ വഴി, ഏത് വഴിയെങ്കിലും, പ്രത്യേകിച്ച് വെബ്സൈറ്റ് വഴി, ഓൺലൈൻ വഴി നമുക്ക് പേയ്മെന്റ് നമ്മുടെ ബാങ്കിലേക്ക് കിട്ടണമെങ്കിൽ പേയ്മെന്റ് ഗേറ്റ് വേ നിർബന്ധമാണ്. അതിന് നമുക്കൊരു അക്കൗണ്ടും കൂടി ഉണ്ടാവണം. ഇതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിനെ മാർക്കറ്റ് ചെയ്യണം, സ്കെയിലപ്പ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ.
നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം. എങ്ങനെയാണ് ഇതിനെ സെല്ലബിൾ ആക്കുക, എങ്ങനെയാണ് റീച്ച് ആക്കുക, എങ്ങനെയാണ് ജനങ്ങളിൽ എത്തിക്കുക. ഇപ്പൊ നമുക്ക് ഒരു ദിർഹം പോലും ഇല്ലാണ്ട് നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡിയിൽ നമുക്ക് ഇഷ്ടംപോലെ മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു യൂട്യൂബ് വീഡിയോ, ഒരു ടിക്ടോക്ക് റീല്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം റീൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കണക്ടിവിറ്റിയിലേക്ക് ഇതിന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, വാട്സപ്പ് എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു മീഡിയം, അത് നമുക്ക് ഒത്തിരി ഈ ഒരു രീതിയിലുള്ള ഇ കൊമേഴ്സിനെ വ്യാപിപ്പിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് വിചാരിക്കും നമ്മൾ ഏതിലാണ് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വെബ്സൈറ്റ് ആണ്. നമുക്കൊരു വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഷോപ്പിഫൈ, അതുപോലെ വൂക്കമേഴ്സ്, പിന്നെ നമുക്ക് കസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള PHP-ലോ .NET-ലോ അതേപോലെ തന്നെ ആംഗുലറിലോ അങ്ങനെയുള്ള പിന്നെ ഡിഫറെന്റ് ഈവൻ പൈത്തണിലോ നമുക്ക് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാം, ഒരു ഇ കൊമേഴ്സ് ഉണ്ടാക്കാം. ഞാൻ ഈ പറയാൻ പോകുന്നത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്ന വെബ്സൈറ്റുകളാണ്. ഇത് സ്വന്തം തന്നെ നിങ്ങൾക്ക് പഠിച്ചുണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് മോർ ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഷോപ്പിഫൈ ആണെങ്കിൽ, ഷോപ്പിഫൈ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷോപ്പിഫൈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ വൂക്കമേഴ്സ് ആണ്. ഷോപ്പിഫൈ എന്ന് പറയുമ്പോൾ അത് ഒരു പ്ലാറ്റ്ഫോമിൽ, ഷോപ്പിഫൈ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു റെഡി ടു യൂസ് പ്ലാറ്റ്ഫോമാണ്. അവിടെ ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ഓഫർ ഉള്ളത് $1 നമുക്ക് 3 മാസത്തേക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ $32 പെർ മന്തിലേക്ക് നമ്മൾ വരും. അപ്പൊ അതിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് കിട്ടും. അതേപോലെ തന്നെ പേയ്മെന്റ്, ക്രെഡിറ്റ് കാർഡ്സും ആപ്പിൾ പേ ഒക്കെ വഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമർക്ക് റിമൈൻഡർ ആക്കുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഷോപ്പിഫൈ എന്ന് പറയുന്നത്. ഇതേപോലെ വൂക്കമേഴ്സ്, വേർഡ്പ്രസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൂക്കമേഴ്സ് ചെയ്യാം. അത് കുറച്ചുകൂടി കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അതിനകത്തുള്ള വേറെയും ഒരുപാട് പിന്നെ സംവിധാനങ്ങൾ, അത് നമുക്ക് ഓൺ ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് പ്രൊഡക്റ്റും കസ്റ്റമൈസ് ചെയ്യാൻ ഇതൊക്കെ പറ്റുന്ന സംവിധാനമാണ് വൂക്കമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇ കൊമേഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ നമുക്ക് ഷോപ്പിഫൈയിൽ തുടങ്ങാം, അതല്ലെങ്കിൽ വൂക്കമേഴ്സ് തുടങ്ങാം, അതുമല്ലെങ്കിൽ കസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കോഡിങ്ങിലും നമുക്ക് ആരംഭിക്കാമെന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഇനി ഒരു ഇ കൊമേഴ്സ് നമ്മൾ തുടങ്ങുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു സർവീസ് ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് തുടങ്ങാമെന്നുള്ളതാണ്. വി ക്യാൻ ഓൾസോ സെറ്റപ്പ് എ സോഷ്യൽ ഇ കൊമേഴ്സ് യൂസിങ് ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക്. അത് എന്താന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾക്ക് ഈ ഫേസ്ബുക്കിന്റെ സ്റ്റോർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഷോപ്പ് ഏത് കസ്റ്റമർ നമ്മൾ ബ്രൗസ് ചെയ്യാൻ വേണ്ടുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ഇതിൽ കൂടി തന്നെ ബൈ ചെയ്യാനും, അതുപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സോഷ്യൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് തന്നെ ആൾക്കാർക്ക് നമ്മളൊരു റീൽ ഉണ്ടാക്കുമ്പോൾ, ഒരു പോസ്റ്റ് ഇടുമ്പോഴൊക്കെ നമുക്ക് ടാഗ് ചെയ്യാനും, അതേപോലെ തന്നെ ഈ ഷോപ്പ് നോ ബട്ടണൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന്, പുതിയ കസ്റ്റമർ അടുത്തേക്ക് നമുക്ക് ഇതിനെ ക്രിയേറ്റീവായിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചോദിക്കാം, നമ്മൾ ഈ ഒരു ഇ കൊമേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ബ്രാൻഡഡ് സാധനമാണെങ്കിൽ, ഓൾറെഡി ഒരു ഷോപ്പ്, ഒരു ഓഫീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഉണ്ട്, ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് വഴി ഇ കൊമേഴ്സ് ചെയ്യലാണ് ഒന്നാമത്തത്. അതേ കൂടി തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആ ഏറ്റവും നല്ല ബ്രാൻഡിനുള്ള ഒരു സംവിധാനം ചെയ്യാന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾക്ക് നോക്കാൻ പറ്റുന്നതാണ് സോഷ്യൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ, ഇതിനകത്തുള്ള ഈ സോഷ്യൽ കോമേഴ്സിലുള്ള ഒരുപാട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്, പിന്നെ അതായത് നമ്മുടെ സോഷ്യൽ കൊമേഴ്സിലും ഈ പറഞ്ഞ വെബ്സൈറ്റിലും അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പ്രൊഡക്ട്സ്, നമ്മുടെ സർവീസ് അല്ല, നമ്മുടെ പ്രൊഡക്ട്സ്, ഈ പ്രൊഡക്റ്റ് ലോകത്തുള്ള വെൽ നോൺ ആയിട്ടുള്ള നിരവധി മാർക്കറ്റ് പ്ലേസിലൂടെ നമുക്ക് വെക്കാൻ പറ്റുന്നുള്ളതാണ്. അതിപ്പോൾ ആമസോൺ ഇൻഡിവിജ്വൽ ആണെങ്കിലും അതുപോലെ നമുക്കുള്ള കമ്പനികൾക്കാണെങ്കിലും ഇങ്ങനെയുള്ള സംവിധാനം കൊണ്ടുവരുന്നുള്ളതാണ്. ഇപ്പോൾ ലാർജ് പ്ലാറ്റ്ഫോം ഫോർ ബിസിനസ് ക്യാൻ സെൽ ദ പ്രൊഡക്ട്സ് ഡയറക്ട്ലി ടു വൈഡ് ഓഡിയൻസ്. ഇതിലുള്ള ഗുണം, നമ്മൾ സ്വന്തമായിട്ടൊരു ഇ കൊമേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്യണം.
നമ്മൾ ഓൺ ചെയ്യണം, ഇതൊക്കെയാണ്. ഇനി ആമസോണിലും നൂണിലൊക്കെയാണ് എല്ലാ പ്രൊഡക്റ്റും അവിടെ എടുക്കില്ല. അവിടെ എടുക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർക്ക് നമ്മൾ പിന്നെ മാർക്കറ്റിങ്ങിന്റെ ആവശ്യമില്ല, അവർ തന്നെ മാർക്കറ്റ് ചെയ്തോളും. അത്രയും ഓപ്പൺ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ ദുബായിലാണെങ്കിൽ ഏതെങ്കിലും സ്ട്രീറ്റിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഉണ്ടാക്കുന്നതും നമ്മൾ സിറ്റി സെന്ററിൽ പോയിട്ട് നമ്മളൊരു ഷോപ്പ് വെക്കുമ്പോഴും സിറ്റി സെന്ററിൽ വരുന്ന ആൾക്കാർ മുഴുവനും നമ്മളെ കാണും. അപ്പൊ അവിടെ ബിസിനസ് കൂടും. പക്ഷെ അവിടെ റെന്റ് കൂടുതലാണ്. അവിടെ അതേപോലെ തന്നെ ആമസോണിലും നൂണിലും കൊടുക്കുമ്പോൾ നമ്മൾ കമ്മീഷൻ കൊടുക്കണം. പക്ഷെ നമ്മുടെ സ്വന്തമായിട്ടാകുമ്പോൾ നമ്മൾ കമ്മീഷൻ കൊടുക്കണം. ആ കമ്മീഷന്റെ പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ ഇതിനെ സ്കെയിലപ്പ് ചെയ്യാനുള്ള മാർക്കറ്റിങ്ങിന് നമ്മൾ കൊണ്ടുവരണം. അപ്പം ഇതാണ്. ഇനി നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനിപ്പോ ഒരു ട്രാവൽ ഏജൻസി നടത്തുകയാണ്. വൈ ഷുഡ് ഹാവ് എൻ ഇ കൊമേഴ്സ്? എന്തിനാണ് എനിക്കൊരു ഇ കൊമേഴ്സ്? അപ്പൊ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്നുകൂടി ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഈ ഇ കൊമേഴ്സ് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. വാട്സപ്പ് വഴിയും നമുക്ക് ഇ കൊമേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം വാട്സപ്പ് വഴി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെബ്സൈറ്റിലൂടെ ചെയ്യുന്ന ഇ കൊമേഴ്സ് നമുക്കറിയാം. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു, അതവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, കാർട്ടിലേക്ക് പോകുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു, നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നു, ഡെലിവറി ചെയ്യുന്നു. രണ്ടാമത്തത് ഇതേപോലെ തന്നെ നമ്മൾ സോഷ്യലിലും പോയി കഴിഞ്ഞാൽ സോഷ്യൽ കൊമേഴ്സിൽ ഇത് തന്നെയാണ്. പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, കാർട്ടിലേക്ക് പോകുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു, അത് നടക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ത്? നമ്മളുടെ വാട്സപ്പ് എന്നുള്ള സംവിധാനം. വാട്സപ്പിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടാക്കാൻ പറ്റും. അത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും നമ്മുടെ ഈ ട്രാവൽ ഏജൻസി ആണെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പ് ആണെങ്കിലും ഫാഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ എങ്ങനെയാണോ ഒരു ഷോപ്പ് ഒരു മൊബൈൽ ആപ്പിൽ കാണുന്നത്, അതേപോലെ തന്നെ നമുക്ക് കാറ്റലോഗുകൾ വാട്സപ്പ് വഴി ഉണ്ടാക്കാം. അതുവഴി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അതിൽ ആൾക്കാരെ ക്ലിക്ക് ചെയ്ത് അവിടെ തന്നെ നമ്മൾക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് ആ ഷോപ്പ് വഴി ആ പേയ്മെന്റ് വഴി നടത്തിയിട്ട് എല്ലാ കാര്യങ്ങളും 100% വാട്സപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വാട്സപ്പ് ഇ കൊമേഴ്സിന്റെ പ്രത്യേകത. ഇനി നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം മാർക്കറ്റിൽ. ഇങ്ങനെയൊക്കെയാണ് നോർമലി നമ്മൾ സെലക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അത് നമ്മൾ ഗൂഗിൾ ട്രെൻഡ് നോക്കിയിട്ട്, അതേപോലെ തന്നെ ടിക്ടോക്ക് എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര സംവിധാനമാണ്. ടിക്ടോക്കിൽ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ കാണാം. ടിക്ടോക്കിന്റെ ഓർഗാനിക് റീച്ചുള്ള ഒരുപാട് റീൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഫാഷൻ ആണെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണെങ്കിലും ലക്ഷറി ഗുഡ്സ് ആണ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ ടാഞ്ചിബിൾ ആയിട്ടുള്ളത് മാത്രമല്ല, അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് സർവീസസും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഇനി സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതിനൊക്കെ ലൈസൻസ് വേണ്ടേ? ഇപ്പം ഓൾറെഡി ഒരു ലൈസൻസ് ഉള്ള കമ്പനി ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റും അവരുടെ സർവീസസും അവർക്ക് അതേപോലെ തന്നെ എന്ത് ചെയ്യാം? വിൽക്കാൻ പറ്റും. അവർക്ക് അതുപോലെ തന്നെ വിൽക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഇനി അതല്ല, അതിന് ലൈസൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ പ്രൊഡക്റ്റ് ആണ്, അവരിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിനാണ് ഓൺലൈനിൽ തുടങ്ങുന്നത്, അവരുടെ റെസ്റ്റോറൻറ്റിന്റെ പ്രൊഡക്റ്റ് ആണ്, ആ ലൈസൻസിനൊക്കെ അവർക്ക് ചെയ്യാം. ഇനി അതല്ല, വേറെ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പാണ്, അവർക്ക് മൊബൈൽ ഫോണും ഇലക്ട്രോണിക് സാധനങ്ങളും വിൽക്കുന്നതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി മറിച്ച് നമുക്ക് പുതിയതായിട്ട് ഒരു ഷോപ്പ് തുടങ്ങണം, നമ്മളൊരു ഗാർമെന്റ്സിന്റെ തുടങ്ങണം, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു 5-6 ഷോപ്പുമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ടാക്കുന്നു. ഒരു ഐഡിയ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഒന്നും നമ്മളെ കയ്യിലില്ല, പ്രൊഡക്റ്റ് ഒന്നും കയ്യിലില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് കൂടുതലൊന്നും തലവേദന എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മളൊരു 5 ആൾക്കാർ കൂടിയിട്ട് നമ്മളൊരു ഇ കൊമേഴ്സ് തുടങ്ങുകയാണ്. ആ ഇ കൊമേഴ്സ് തുടങ്ങിയിട്ട് നമുക്കറിയാം ഈ 5 ആൾക്കാർക്ക് ഒരു 5000 ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ കപ്പാസിറ്റിയുള്ള ഒരു 5 ഫ്രണ്ട്സ്, ഈ 5 ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അവർക്കൊരു ബിസിനസ് തുടങ്ങാം, ഒരു ലൈസൻസ് എടുക്കാം. ആ ലൈസൻസ് എടുക്കുമ്പോൾ നമുക്ക് മെയിൻലാൻഡ് ലൈസൻസ് എടുക്കാം, ഫ്രീ സോൺ ലൈസൻസ് എടുക്കാം. മെയിൻലാൻഡിലാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ലോക്കലി നമുക്ക് എവിടെയും, ഇപ്പോൾ UAE യിലാണെങ്കിൽ എവിടെയും നമുക്ക് ബിസിനസ് ചെയ്യാം. ദുബായ് ലൈസൻസ് എടുത്താൽ എവിടെയും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സാധാരണ രീതിയിൽ ചെറിയൊരു ലൈസൻസ്, പോർട്ടൽ ലൈസൻസ് അതിനെ പറയാം. ഈ ട്രേഡർ ലൈസൻസ് നമ്മൾ ഇവിടെ ദുബായ് ഇക്കോണമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുന്നൊരു ലൈസൻസ് ഉണ്ട്. ഏതാണ്ട് 1500 പ്ലസ് ഒരു 500 ദിറംസ് അതിന് കൊടുക്കുന്ന ആൾക്കാർക്ക് സർവീസ് ചാർജ് കൊടുത്താൽ 2000 ദിറംസിനടുത്ത് നിങ്ങൾക്കൊരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലൈസൻസ് കിട്ടും.
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അതായത് നിങ്ങൾ ഒരു 5 സ്ഥലത്ത് നിന്ന് 5 ഇപ്പം ദുബായിലുള്ള 5 ഷോപ്പുകളായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള ദുബായിൽ എവിടെയെങ്കിലും ഉള്ള ഒരു 5ഓ 6ഓ പ്രൊഡക്റ്റ് വെക്കുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടൈപ്പ് ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതൊക്കെ കൂടിയിട്ട് ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട്, ഒരു വെബ് ഉണ്ടാക്കിയിട്ട്, ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിലത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ആ ബിസിനസ് നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സർവീസ് നിങ്ങൾ വെക്കുന്നു. ഒരു 4ഓ 5ഓ പിന്നെ അക്കൗണ്ടൻസ് കൂടിയിട്ട്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് കൂടിയിട്ട് ബിസിനസ് തുടങ്ങുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് PROs ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ അവരൊക്കെ കൂടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടി ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സംഭവം കിട്ടും എന്നുള്ളതാണ്. സോ it's all about how you think about yourself. It's all about how you put the things together in a nutshell. നമ്മളെല്ലാം കൂടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ ക്രോഡീകരിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കുന്നത്, ആ ഐഡിയ ആണ് നമ്മൾ വിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ടും എളുപ്പവും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇത്രയും നേരം നമ്മൾ കണ്ടത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുള്ളത്, പക്ഷെ നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വെൻഡർ അടുത്ത് നിന്നിട്ട്, ഒരു കമ്പനിയുടെ അടുത്ത് നിന്നിട്ട് അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈൻ വഴി നമ്മുടെ സ്വന്തമായിട്ടൊരു സ്റ്റോർ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റോർ വഴി കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് അലി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് വെബ്സൈറ്റ് ഉണ്ട്, ഒരു വെൻഡർ ഉണ്ട്. ഈ അലി എക്സ്പ്രസ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ആ പ്രൊഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. അപ്പൊ അതിൽ പൈസ നമ്മൾ വാങ്ങിക്കുന്നു. ഇപ്പോൾ അതിനകത്തൊരു $10 അതിന്റെ വിലയെങ്കിൽ, അല്ലെങ്കിൽ 25 ദിർഹമാണ് അതിന്റെ വിലയെങ്കിൽ, നമ്മൾ അതിനൊരു 35ഓ 40ഓ വില ഇടുന്നു. നമ്മുടെ സ്റ്റോറിൽ കാണുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഒന്നും ആവശ്യമില്ല. ഈ പ്രൊഡക്റ്റ് മുഴുവനും വരുന്ന അലി എക്സ്പ്രസ് എന്നാണ്. അതേപോലെയുള്ള നിരവധി മറ്റ് ഡ്രോപ്പ് ഷിപ്പിംഗ് കമ്പനികളുണ്ട്. UAE ഇപ്പം നിരവധി ഡ്രോപ്പ് ഷിപ്പിംഗ് കമ്പനി ഉണ്ട്. ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് സംഭവം നമുക്ക് ഇങ്ങനെയുള്ള ലൈസൻസ് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ്, ഈ അലി എക്സ്പ്രസ് പോലെയുള്ള വെബ്സൈറ്റുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഷോപ്പിഫൈ പോലുള്ള ഈ വെബ് ഫ്രണ്ടിലേക്ക് നമ്മൾ ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. അത് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ ഒരു സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 10ഓ 100ഓ 50ഓ പ്രൊഡക്റ്റ്, അല്ല 1000 പ്രൊഡക്റ്റുകൾ നമ്മൾ ഒരു പണിയില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ജസ്റ്റ് API ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേ കൂടി തന്നെ നമ്മുടെ ഷോപ്പ് ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ്ലി നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് വളരെ 4 സ്റ്റെപ്പിൽ ഇത് സംഭവം നമുക്ക് തീരും എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ ആദ്യം ഷോപ്പിഫൈ പോലെ, വൂക്കമേഴ്സ് പോലെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. അതിനുശേഷം സപ്ലയേഴ്സ്, ഈ അലി എക്സ്പ്രസ് പോലെയുള്ള സപ്ലയേഴ്സുമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ടാക്കുക. ആരാണോ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഓഫർ ചെയ്യുന്നത് ആ കമ്പനിയായിട്ട്. മൂന്നാമത്തത്, അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുക. ഒന്നും ചെയ്യേണ്ട, അതിനകത്ത് പ്രൈസ് നമ്മൾ മാറ്റുക, മറ്റെന്തെങ്കിലുമൊക്കെ ഓഫറുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്ത് അതിനെ കുറച്ചുകൂടി അട്രാക്ട് ആക്കുക. നാലാമത്തത്, അവരിനി കസ്റ്റമറിലേക്ക് അത് എത്തിച്ച് ആ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്ലയറിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ട് അവരത് ഡെലിവറി ചെയ്യും. നമുക്ക് ഡെലിവറിയുടെ ആവശ്യമില്ല, നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഒന്ന്, ഇതിന് വളരെ ചെറിയ കോസ്റ്റാണ് അതിന്റെ സ്റ്റാർട്ടപ്പിന് ഉള്ളതെന്നുള്ളതാണ്. പിന്നെ ഏത് ലെവലിലേക്ക് നമുക്ക് ബിസിനസ് കൊണ്ടുപോകാം. പിന്നെന്താണ്, നമ്മൾ മിനിമം റിസ്കേ ഉള്ളൂ. കാരണം ഓൾറെഡി വെൽ നോൺ ആയിട്ടുള്ള വെൻഡേഴ്സ് ആണ് ഇവരൊക്കെ. അവരുടെ പ്രൊഡക്റ്റുകൾ മിനിമം ക്വാളിറ്റി ഉള്ളതാണ്. ആ പ്രൊഡക്റ്റുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർ കൊണ്ടുപോയി ഷിപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ലോക്കൽ സപ്ലയേഴ്സ് അല്ലെങ്കിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിന്റെ ഡിലേ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണെങ്കിലും ഇ-കൊമേഴ്സ് ആണെങ്കിലും ഷോപ്പിഫൈയിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഈ ലൈസൻസും ഈ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പേയ്മെന്റ് ഗേറ്റ്വേ ആണ്. അതായത് നമുക്ക് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് ഈ ഇ-കൊമേഴ്സ് നമ്മൾ കണക്ട് ചെയ്തു, നമ്മൾ ഇനി വാട്സപ്പിലാണെങ്കിലും നമ്മുടെ ഷോപ്പിഫൈയിലാണെങ്കിലും ഇനി അതല്ല വെബ്സൈറ്റിലാണെങ്കിലും ഏത് വിധേനയാണെങ്കിലും നമ്മൾ ഈ കസ്റ്റമറുടെ അടുത്തേക്ക് എത്തി കസ്റ്റമർ ഓൺലൈൻ വഴി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് കളക്ട് ചെയ്യാനായിട്ട് ആ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നത് പേയ്മെന്റ് ഗേറ്റ്വേ ഉപയോഗിച്ചാണ്.
അപ്പൊ നമുക്ക് അതിന് മിനിമം ഉണ്ടാവേണ്ടത് കമ്പനി ലൈസൻസ് വേണം, നമ്മൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം, നമ്മുടെ പേരിലല്ല കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് ഗേറ്റ്വേ അപ്രൂവൽ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷന് 2 മുതൽ 2.5% വരെ 2.5% വരെയൊക്കെയാണ് ഇതിന്റെ ഒരു ചാർജസ് വരുന്നത്. ആ ചാർജസ് അവർ ഈടാക്കും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേയ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബാങ്കിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പം ഇതും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിനെ മാർക്കറ്റ് ചെയ്യുക, സ്കെയിലപ്പ് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രാൻഡ് അവയർനെസ്, സോഷ്യൽ മീഡിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ തന്നെ അറിയാം, ഇപ്പൊ നിങ്ങൾ ഇത്ര ആൾക്കാർ ഈ ഒരു ഇതിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഈ ഒരു വെബിനാറിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വീഡിയോസാണ്. നമ്മൾ ചെയ്ത വീഡിയോസാണ് ഇത്രയും കാര്യം നിങ്ങൾക്ക് കൊണ്ട് തന്നതും ഇത്രയും ആൾക്കാർ നമ്മളിലേക്ക് വരാനുണ്ടായ കാരണം. ഇതേപോലെ നിങ്ങൾക്കുമാവാം ഒരു ഇൻഫ്ലുവൻസർ, നിങ്ങൾക്കുമാവാം ഒരു ഇ-കൊമേഴ്സ് ഓണർ, നിങ്ങൾക്കും ആവാം ഒരു സൈഡ് ഹസിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം നിങ്ങൾക്കാവാൻ പറ്റും. വളരെ ചെറിയ കാശിന്. പക്ഷെ അതിന് വേണ്ടത് എന്താണ്? കൺസിസ്റ്റൻസി വേണം, കുറച്ചൊരു ധൈര്യം നമുക്ക് വേണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആദ്യം ഒരു 50 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു 100 പ്രൊഡക്റ്റ് ആക്കി 200 പ്രൊഡക്റ്റ് ഒക്കെ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ ഞാൻ പ്രസന്റേഷൻ ഇവിടെ ഇത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്. ഹായ് സർ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. Can we proceed to answer that? Okay. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ്റ്റർ അനീസ് റഹ്മാൻ ചോദിച്ചിരിക്കുന്നതാണ്. ഇറ്റ്സ് റിഗാർഡിംഗ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ആക്ച്വലി സാർ പറഞ്ഞത് ഹൗ ടു ബെറ്റർ ഹാൻഡിൽ ലീഗൽ ഓർ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ബൈ ഡൂയിങ് ഡ്രോപ്പ് ഷിപ്പിംഗ്. നമുക്ക് തോന്നുന്നു തേർഡ് പാർട്ടി ഒക്കെ ഇൻവോൾവ് ആവുന്ന സമയത്ത് ലീഗലി അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇഫ് ദ പ്രോഡക്റ്റ് ഫെയിൽസ് ഓർ ഫോൾസ് അണ്ടർ സെൻസിറ്റീവ് കാറ്റഗറി. ഓക്കെ, ഒന്നാമതായിട്ട് ഇപ്പൊ ഓൺലൈനിൽ ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ വിൽക്കുന്നതെങ്കിലും അതിനകത്ത് കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രൈവസി പോളിസി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് കസ്റ്റമർ അഗ്രി ചെയ്യിപ്പിച്ചിട്ട് വേണം നമ്മളൊരു കാര്യം സെല് ചെയ്യാൻ എന്നുള്ളതാണ് അതിന്റെ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. പിന്നൊന്ന്, നമ്മളൊരു കസ്റ്റമറുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് നമുക്ക് ആഡ് ചെയ്യാമെങ്കിലും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം ആഡ് ചെയ്ത് അത് പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ അതിന്റെ റിവ്യൂസ് നോക്കിയിട്ടോ ചെയ്യുന്നതായിരിക്കും ഇനീഷ്യലി നന്നാവുക. So keeping it transparent is the way to go. Yes, that's only the way. Perfect. അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചാണ്. ലോട്ട് ഓഫ് പീപ്പിൾ വാണ്ട് ടു നോ റിഗാർഡിംഗ് ദിസ്. Hi sir, from Nimzia. Hi sir, I want to know about the licensing for drop shipping. ലൈസൻസിങ് ഇ-കൊമേഴ്സ് ലൈസൻസിങ് ആണ്. ഇപ്പൊ ദുബായിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈസൻസിങ് ഇല്ല. ഇപ്പം ഇ-കൊമേഴ്സിന്റെ ലൈസൻസിങ് എടുത്താൽ തന്നെ നമുക്ക് ഡ്രോപ്പ് ഷിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ബാക്കിയുള്ളവർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ യു ക്യാൻ ആസ്ക് us questions. Sir will be answering it. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ ഇനി? ഉണ്ട്. മിസ്റ്റർ ജയശങ്കർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഐ എം പ്ലാനിങ് ടു സെൽ ടോയ്സ് ഇൻ ദുബായ് ഓൺലൈൻ. How much cost in license? അത്രയ്ക്കും ലൈസൻസിന്റെ കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി പുള്ളിക്കാരൻ ചോദിച്ചത്. ഓക്കെ, സി ഈ ലൈസൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ദുബായിൽ DED അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈസൻസ് എടുക്കേണ്ടത് ഒന്നുകിൽ ടോയ് സെല്ലിങ്ങിന്റെ ട്രേഡിംഗ് ലൈസൻസ് എടുക്കണം, നോർമൽ ലൈസൻസ്. ആ ലൈസൻസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഫ്രീ സോണിൽ ലൈസൻസ് എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ ഫ്രീ സോണിൽ സാധാരണയായിട്ട് ഫ്രീ സോണിൽ എടുക്കുമ്പോൾ 5500 ദിറംസ് മുതൽ നമുക്ക് ലൈസൻസിന് കോസ്റ്റ് വരും. മറ്റ് നമുക്ക് ട്രേഡിംഗ് ലൈസൻസ് ആണെങ്കിൽ ഒരു 15,000, 12,000, 15,000 ആ റേഞ്ചിൽ വരും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. ടോയ്സിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോയ്സ് ഉണ്ട്. ഇപ്പം എന്താണ് എഡ്യൂക്കേഷണൽ ടോയ്സ് ഉണ്ട്, അങ്ങനെയുള്ള ആ സോഫ്റ്റ് ടോയ്സ് ഉണ്ട്. അപ്പൊ ആ ടോയ്സിന്റെ കാറ്റഗറി ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ലൈസൻസിന്റെ കോസ്റ്റ് വരിക. എന്തായാലും ഷാനിദ, യു ക്യാൻ ടേക്ക് ഹിസ് കോൺടാക്ട്സ് ആൻഡ് വി ക്യാൻ കോൺടാക്ട് ഹിം ഫോർ ഫർദർ ഇൻഫർമേഷൻ. ആൻഡ് എന്നിട്ട് നമുക്കത് കൃത്യമായിട്ട് അതിനുള്ള ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഷുവർ സർ. ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Can you give a brief on pharmacy e-commerce platform? How well can we improve in that? And can pharmacy people also do drop shipping? ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പൊ ഫാർമസി ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ഫാർമസി പിന്നെ ഇ-കൊമേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ തന്നെ ഇപ്പം ഫാർമസിയുടെ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അതായത് അവരവരുടെ പ്രൊഡക്റ്റ്, അതായത് നിങ്ങളുടെ ഫാർമസിയിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടോ അതിലുള്ള പ്രൊഡക്റ്റ് വെക്കുക. പക്ഷെ സാധാരണയായിട്ട് നമ്മൾ ഈ മെഡിസിനൽ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് കുറവാണ്.
സപ്ലിമെന്റ്സ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അഡീഷണൽ ആയിട്ട് വരുന്ന സാധനങ്ങൾ, അതേപോലെ അപ്പാരറ്റസ്, ഈ പറഞ്ഞ പിന്നെ BP നോക്കുന്ന സാധനം, അതുപോലെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സാധനം, അതിന്റെ ഡിസ്പോസിബിൾസ്, അതേപോലെ തന്നെ ഈ സപ്ലിമെന്ററി പിന്നെ സംഭവങ്ങൾ, അങ്ങനെയുള്ള വെൽനസ് പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് സാധാരണ ഈ ഫാർമസികൾക്ക് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത് അവരുടെ ഇ-കൊമേഴ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ ഒരു പിന്നെ കോസ്റ്റ് ഉണ്ടല്ലോ, ഈ ട്രാൻസാക്ഷൻ പിന്നെ ചാർജസ് ഫോർ ദ ഈ പറഞ്ഞ രീതിയിലുള്ള പിന്നെ ക്രെഡിറ്റ് കാർഡിലേക്ക് വരുമ്പോൾ 2% മേലെ പോകുമ്പോൾ അത്രയും മാർജിൻ ഇല്ലാത്ത രീതിയിലുള്ള മെഡിസിൻസ് കൊടുക്കാൻ ലാഭകരമല്ല. മറിച്ച് ഒരു ലൊക്കേഷനിൽ, അല്ലെങ്കിൽ ദുബായിലുള്ള ഒരു ലൊക്കേഷൻ ആണെങ്കിൽ ദുബായിൽ മുഴുവനും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയും അതേപോലെ തന്നെ മറ്റ് മാർഗങ്ങളിലൂടെയും പബ്ലിസിറ്റി കൊടുത്തിട്ട് നമ്മൾക്ക് ഈ എന്താണ് ഡെലിവറി ഇൻ 1 hour, ഡെലിവറി ഇൻ 2 hour എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പുതിയ ഓഫറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഫാർമസികളെ നമുക്ക് ഇ-കൊമേഴ്സിൽ കൊണ്ടുവരാൻ പറ്റും. ഡ്രോപ്പ് ഷിപ്പിംഗ്, ഐ ഡോണ്ട് തിങ്ക് ഫാർമസി ക്യാൻ ഡു എ ഡ്രോപ്പ് ഷിപ്പിംഗ്, ബിക്കോസ് അതിന് ഇവിടുത്തെ DHA അപ്രൂവൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ പുറമേ നിന്നുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെയുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മറ്റുള്ള പിന്നെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് വിൽക്കാൻ ഒരു പക്ഷെ സാധിക്കുമായിരിക്കും. പക്ഷെ അതിന് DHAയുടെ ലൈസൻസ് ആവശ്യമായിരിക്കും, അത് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ സാർ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇഫ് ഐ മേക്ക് എ പ്രോഡക്റ്റ് ലൈക്ക് കോസ്മെറ്റിക്സ് ഓർ ഫുഡ് ഐറ്റം ലൈക്ക് കേക്ക്സ്, ഷുഡ് ഐ ടേക്ക് എനി സ്പെഷ്യൽ ലൈസൻസ്? ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് തോന്നുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് പ്രത്യേക ലൈസൻസ് വേണമെന്നാണ്. വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് നമ്മൾക്ക് സാധാരണ രീതിയിലുള്ള ഇ-കൊമേഴ്സ് ലൈസൻസ് മാത്രം പോരാ. അതുമാത്രമല്ല, ഫുഡ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ലൈസൻസ് വേണം. ആ ലൈസൻസ് വേണമെങ്കിൽ വീട്ടിന്റെ അകത്ത് ഇരുന്ന് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ നമുക്ക് വേണം, ഒരു സ്ഥലം വേണം. ആ സ്ഥലത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഹൈജീൻ ആയിരിക്കണം, അതിന് ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നൊക്കെ കണക്കുകളുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് മാത്രമേ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പലപ്പോഴും നമ്മൾ ഈ അച്ചാറ് അതേപോലെയുള്ള മറ്റു പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി വിൽക്കാൻ നമുക്ക് തോന്നും. പക്ഷെ അത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബ്രാൻഡുകാരുമായിട്ട്, ഏതെങ്കിലും ഒരു ഫുഡ് പിന്നെ ഈ പറഞ്ഞ FMCGയിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളുമായിട്ട് ഇനീഷ്യലി നിങ്ങളുടെ ബ്രാൻഡിൽ തന്നെ അവരുടെ ലൈസൻസിൽ ഇറക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് പണിയാവും. കാരണം മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവൽ വേണമെങ്കിൽ നമുക്ക് സ്പേസ് വേണം. ആ സ്പേസ് വേണമെങ്കിൽ അതിന് എക്സ്പെൻസീവ് ആണ്. സാധാരണ നമ്മൾ ചെറിയ എക്സ്പെൻസിൽ ചെയ്യാന്ന് വിചാരിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ചോദിച്ചിരിക്കുന്നത്, സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഇ-കൊമേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. AC റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റെനൻസിന്റെ സർവീസ് ചെയ്യാനാണ് ആഗ്രഹം. അപ്പൊ അതിന്റെ മിനിമം റിക്വയർമെന്റ്സ് എന്തായിരിക്കും? വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? ഇപ്പം സർവീസ് ഇൻഡസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം അത് ജനറൽ ഈ പറഞ്ഞ ടെക്നിക്കൽ സർവീസസ് അതിന് വരിക. ടെക്നിക്കൽ സർവീസസ് AC മെയിൻ്റെനൻസ് അതേപോലെ വരുന്നതൊക്കെ ആ ടെക്നിക്കൽ സർവീസ് ആണ്. അതിന് വളരെ നോർമൽ ലൈസൻസ് നിങ്ങൾക്ക് വേണം. അതായത് നോർമൽ ടെക്നിക്കൽ സർവീസസിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് കാരണം വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് വേണം. അതല്ലെങ്കിൽ വേറൊരു പണി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ടെക്നിക്കൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർ അതിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് ആ സർവീസ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അതായത് ഒരു സർവീസ് പോർട്ടൽ, സർവീസ് മാർക്കറ്റ് പ്ലേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു സംവിധാനം. മറ്റൊന്ന്, നിങ്ങൾക്ക് ഓൺ ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ ടെക്നിക്കൽ സർവീസസിന്റെ ലൈസൻസ് നിങ്ങൾ എടുക്കണം. അതുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഇ-കൊമേഴ്സിന് നമുക്കൊരു വെബ്സൈറ്റ് വേണം. ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ കൃത്യമായ സർവീസ്, ഇപ്പോൾ AC മെയിൻ്റെനൻസ്, അതേപോലെ പിന്നെ മറ്റ് പ്ലംബിംഗ് സർവീസസ്, അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക്സ്, ഈ MEP വർക്ക്സിന്റെ എല്ലാം മെയിൻ്റെനൻസും ഇതും ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വില്ലയുടെ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇയർലി 2000 ദിർഹംസ് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പാക്കേജസ് ഇറക്കാം. ആ പാക്കേജസ് നമുക്ക് ഓൺലൈൻ വഴി സെല്ല് ചെയ്യാം. അത് ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട്, ഞാൻ പറയുന്നത് പുതിയ സംവിധാനമാണ്, ഇതുവരെ ഒരു പക്ഷേ നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. ആ സാധനങ്ങൾ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, ടെക്നിക്കൽ സർവീസസ് എന്ന് പറഞ്ഞിട്ട്. ആ വെബ്സൈറ്റിൽ നമ്മുടെ സർവീസ്, നമ്മൾ ആരാണ്, എന്താണ്, നമ്മുടെ എക്സ്പെർട്ടൈസ് കൊടുക്കുന്നു. സർവീസസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇപ്പം ഒരു ഏരിയയിൽ, ഇപ്പൊ അൽക്കിസൈസ് ഏരിയയിൽ ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ അപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് പ്ലംബിംഗ് സർവീസ് 1 year കോൺട്രാക്ട്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇന്നാണ് അതിനകത്ത് ഉൾപ്പെടുക എന്ന് പറഞ്ഞ് പ്രൊഡക്റ്റ് അതിനകത്ത് സർവീസസ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രൈസ് നിശ്ചയിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ സെല്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ആൾക്കാർ കാണുമ്പോൾ വാവ്, ഇറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. കാരണം പലപ്പോഴും നമ്മളൊരു പ്ലംബറെയോ ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുമ്പോൾ
പ്രൈസ് ആദ്യം നമ്മൾ ചോദിക്കുന്നു, നമ്മൾ പലപ്പോഴും പേടിക്കുന്നത് അയാൾ എത്ര പൈസ പറയും, അല്ലെങ്കിൽ എ സിയിൽ വർക്ക് ചെയ്തിട്ട് അതിന് മെയിൻ്റനൻസ് ചെയ്തിട്ട് എത്ര പൈസ പറയും എന്നുള്ളതാണ്. അപ്പൊ ട്രാൻസ്പാരന്റ് ആയിട്ട് നമ്മുടെ പ്രൈസിംഗ് ഒക്കെ നേരത്തെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട്, അത് ഒരുപക്ഷെ കോമ്പറ്റീഷൻ നമ്മൾക്ക് കോമ്പറ്റീറ്റർ നോക്കുമായിരിക്കാം, എന്നാൽ പോലും ആ ഒരു ട്രാൻസ്പാരൻസി ചെയ്തിട്ട് അത് നമ്മൾ വെബ്സൈറ്റിലാക്കിയിട്ട് അതിൽ പേയ്മെന്റ് ഗേറ്റ്വേയും ആൾക്കാർക്ക് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഡേറ്റ് വെച്ചിട്ട് ബുക്ക് ചെയ്യാനോ ഇതാക്കാനൊക്കെ പറ്റുവാണെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ഈ ടിക്ടോക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ മാർക്കറ്റ് ചെയ്താൽ അത് നല്ലൊരു ബിസിനസ് മോഡലായിട്ട് എടുക്കാൻ പറ്റും. ദാറ്റ്സ് എ ഗുഡ് തോട്ട് ആക്ച്വലി. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം പല ആൾക്കാർക്കും വർക്കില്ലാത്ത ഒരുപാട് ഈ പറഞ്ഞ രീതിയിലുള്ള ടെക്നിക്കൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ കൂട്ടിയിട്ട് ഒരു 4 5 10 ടെക്നിക്കൽ സർവീസ് കൂടി അണ്ടർ വൺ റൂഫിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരു പോർട്ടൽ ലൈസൻസ് എടുത്താൽ മതി. ഒരു മാർക്കറ്റ് പ്ലേസിന്റെ പോർട്ടൽ ലൈസൻസ് എടുത്തിട്ട് അതിലെ കൂടി നിങ്ങൾക്ക് സർവീസ് ജനങ്ങളിലേക്ക് മാർക്കറ്റ് എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ മാർക്കറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ഒരു സർവീസിനെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇഷ്ടംപോലെ പ്ലാൻസും ഐഡിയാസും കൺസെപ്റ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനും പറ്റും വിതൗട്ട് ഹാവിങ് എനി മച്ച് എക്സ്പെൻസ് ഓർ ഹാസൽസ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. I'm planning to sell in online t-shirt and garments from India. What are the procedures? Please advise about shipping, storage, payment, etc. ഓക്കെ. ഇപ്പം അങ്ങനെയുള്ള ഒരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് നിർബന്ധമാണ്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കൊണ്ടുവരുമ്പോൾ ആ രീതിയിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ആവശ്യമാണ്. അത് ദുബായിലുള്ള മെയിൻ ലാൻഡിൽ നമുക്ക് എടുക്കാം, അതല്ലെങ്കിൽ ഫ്രീ സോണിൽ എടുക്കാം. അതിന് നമുക്ക് ഓഫീസും വെയർ ഹൗസൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പെഷ്യൽ ലൈസൻസ് നമുക്ക് വേണം. അത് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ നോർമൽ DED ലൈസൻസ് എടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് വിതിൻ 24 to 48 hours ഒക്കെ നമുക്ക് കിട്ടും. പ്രൈസ് ഡിപ്പെൻഡ്സ് അഗെയിൻ നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ്, ഏതൊക്കെ അതിന്റെ റിസ്ക് ഫാക്ടർ ഒക്കെ നോക്കിയിട്ട് ആണ് അതിന്റെ പ്രൊഡക്റ്റിന്റെ ആ ലൈസൻസിന്റെ കോസ്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട വിഷയമാണ്. പിന്നെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയർ ഹൗസ് പല ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി വെയർ ഹൗസിലുള്ള ആൾക്കാരുണ്ട്, അവരുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനീഷ്യലി ആണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ലൈസൻസ് എടുത്തിട്ട് ആ ലൈസൻസ് ഇവിടുത്തെ ഏതെങ്കിലും വെയർ ഹൗസ് റെന്റിന് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുടെ വെയർ ഹൗസ് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ജബലലിയിൽ തന്നെ അതേപോലെ തന്നെ DIP ജബലലിയിലൊക്കെ ഇഷ്ടംപോലെ വെയർ ഹൗസസ് ഫോർ റെന്റ് ഉണ്ട്. അവരെ വെയർ ഹൗസ് ഉപയോഗിക്കാം തൽക്കാലത്തേക്ക്, നിങ്ങളൊന്ന് പച്ച പിടിച്ച് വരുന്നത് വരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഈ വെയർ ഹൗസിനൊക്കെ ഇപ്പം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ആ ലൈസൻസും എടുത്ത് ഇ-കൊമേഴ്സ് വഴി ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ഇവിടെ മാർക്കറ്റ് ചെയ്ത് വ്യാപിപ്പിക്കാവുന്ന. ഓക്കെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, കുറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കോമൺ ഡൗട്ട് ആണ്. ഓൾറെഡി മെയിൻലാൻഡ് ലൈസൻസ് ഉണ്ട്, ഓട്ടോ സ്പെയർ പാർട്ട്, ടോയ്സ്, ബുക്സ് അങ്ങനത്തെ കാര്യങ്ങൾ സെല് ചെയ്യുന്നതുണ്ട്. ഓൺലൈൻ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ലൈസൻസ് വേണോ? ഓർ ഇസ് ദിസ് ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ലൈസൻസ് ആവശ്യമില്ല. പക്ഷേ ഇവിടുത്തെ ഈ ഡാറ്റ ആൻഡ് ടെലികോം അതോറിറ്റിയിലേക്ക് നമ്മൾ അവരുടെ സൈറ്റിൽ പോയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. അതായത് TDRA എന്ന് പറയും, ടെലികോം ആൻഡ് ഡാറ്റ ട്രൈ എന്ന് പറയുന്നില്ലേ, റെഗുലേറ്റർ അതോറിറ്റി. ഇവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നമുക്ക് പോയിട്ട് നമ്മൾ ഇന്ന് ഇ-കൊമേഴ്സ് ചെയ്യുന്നതെന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. പക്ഷെ അതില്ലെങ്കിലും നമ്മുടെ സ്വന്തം ലൈസൻസിലും ആക്ടിവിറ്റീസിലും വരുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിപ്പോൾ ഡിസ്പ്യൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണല്ലോ നോക്കുന്നത്. അതായത് അവരവരുടെ പ്രൊഡക്റ്റ് ഇപ്പൊ നോർമലി ബ്രിക്ക് ആൻഡ് മോട്ടാർ ഷോപ്പിൽ നിന്നും നോർമലായിട്ട് വിൽക്കുന്ന സാധനത്തിന് നമ്മൾ ഓൺലൈൻ വഴി വിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് നല്ലത് എപ്പോഴും അതൊരു വളരെ ഈസി ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. നമ്മുടെ ലൈസൻസ് കോപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് അപ്രൂവൽ കിട്ടും. ദർ ഇസ് നത്തിങ് മോർ ടു വറി. അതിന് സ്പെഷ്യൽ ലൈസൻസ് ഒന്നും ആവശ്യമില്ല. So ആ ലൈസൻസ് എടുത്ത ശേഷം they just have to create the platform and start selling online, right? അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ട്, സ്പെയർ പാർട്സിന്റെ ഷോപ്പ് ഉണ്ട്, ടോയ് ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിന്റെ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ പേയ്മെന്റ് ഗേറ്റ്വേ അപ്രൂവറായി കിട്ടും ഈസി ആയിട്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും നിങ്ങളുടെ ലൈസൻസ് കോപ്പിയും ID കാർഡും കൊടുത്ത് നമ്മുടെ പേയ്മെന്റ് ഗേറ്റ്വേ അപ്രൂവറായി കിട്ടിയാൽ അവർക്ക് ഇ-കൊമേഴ്സ് തുടങ്ങാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി നമുക്കൊരു ഒതന്റിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ട്രൈന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് അപ്രൂവൽ എടുത്താൽ മതി. ദാറ്റ്സ് ഓൾ, നത്തിങ് മോർ. Perfect. What is the recommended best payment gateway for a small scale e-commerce business? ഇവിടെ ഇപ്പോൾ നമുക്ക് ചില പേയ്മെന്റ് ഗേറ്റ്വേ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, എത്രയാണ് അവരുടെ സെറ്റപ്പ് മന്ത്ലി ഇയർലി ഫീസ്. ചില ആൾക്കാർ സെറ്റപ്പ് ഫീസ് വാങ്ങിക്കും, ചില ആൾക്കാർ മന്ത്ലി ഫീസ് വാങ്ങിക്കും, ചില ആൾക്കാർ ആനുവൽ ഫീസ് വാങ്ങിക്കും.
ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് ഇവരുടെ പെർസെൻറ്റേജ് എത്ര എന്നുള്ളതാണ്. ഇപ്പം നോർമൽ ഇ കൊമേഴ്സിൽ ഇപ്പം ഗ്രോസറീസ്, റെസ്റ്റോറൻറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സിന് കുറവാണ്, റിയൽ എസ്റ്റേറ്റിനും കുറവാണ്. മറ്റുള്ള ഇതിലൊക്കെ 2.5 ഒക്കെ ആണ് ഓൺലൈൻ പേയ്മെന്റിൽ വരുന്നത്. നമ്മൾ സ്വൈപ്പിംഗ് മെഷീനിൽ 1.5% വരുള്ളൂ. പക്ഷെ നമ്മൾ ഓൺലൈനിലേക്ക് പോകുമ്പോൾ അത് 2.5 വരും. അതാണ് രണ്ടാമത് നോക്കേണ്ടത്. മൂന്നാമത് നോക്കേണ്ടത് പേ ഔട്ട് സൈക്കിളാണ്. പലതും വിത്തിൻ 24 hours നമുക്ക് പേയ്മെന്റ് കിട്ടും. ചിലത് T+ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് 4 ദിവസം കഴിയും, ചിലത് 5 ദിവസം കഴിയും, ചിലത് ഒരാഴ്ച കഴിയും. ആ ടേൺ അറൗണ്ട് പേയ്മെന്റ് സൈക്കിൾ നമ്മൾ നോക്കണം. ഈ 3 നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വി റെക്കമെൻഡ് പേ ബൈ ഉണ്ട്, ടെല്ലർ ഉണ്ട്, CC അവന്യൂ ഉണ്ട്, ടാപ്പ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മാഗ്നാത്തി ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ്വേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വി വർക്ക് വിത്ത് അൽവഫ ഗ്രൂപ്പ്, വി വർക്ക് വിത്ത് ഓൾ ദ പേയ്മെന്റ് ഗേറ്റ്വേസ്. ഈ പറഞ്ഞ സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ അവിടെ നിന്ന് കിട്ടും. അതായത് ഈ പറഞ്ഞ ഇ കൊമേഴ്സ് ആണെങ്കിലും ഷോപ്പിഫൈ ആണെങ്കിലും WooCommerce ആണെങ്കിലും പേയ്മെന്റ് ഗേറ്റ്വേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇനി ഓക്കെ, അടുത്ത കുറച്ച് കോമൺ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഓൺ ആമസോൺ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇതിനൊക്കെ ലൈസൻസ് വേണോ ഓർ ക്യാൻ പീപ്പിൾ ജോയിൻ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ആമസോണിൽ നമ്മൾ സാധാരണ ചെയ്യുമ്പം ആമസോണിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അവർ ലൈസൻസ് ചോദിക്കും. അല്ലാണ്ട് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇൻഡിവിജ്വൽ കേസിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ ആ ഒരു സംവിധാനം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതിന് ലൈസൻസ് വേണ്ട എന്നുള്ളതാണ് അവർ പറയുന്നത്. അതെന്തായാലും ക്രൈറ്റീരിയ സെറ്റ് ബൈ ആമസോൺ, അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന് തീർച്ചയായിട്ടും നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന്റെ ബ്ലോഗർ ലൈസൻസ് ഉണ്ട്. ദുബായിലാണെങ്കിൽ 1350 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ DD കഫേ, ജുമേറയിലെ DD കഫേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടും. നിങ്ങളുടെ ID കാർഡും അതുപോലെ തന്നെ മറ്റു പാസ്പോർട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞ ബ്ലോഗർ ലൈസൻസ് കിട്ടും. അത് ബ്ലോഗ് ചെയ്യാൻ, ഇൻഫ്ലുവൻസർ ചെയ്യാൻ, ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധമായിട്ടും ലൈസൻസ് വേണം. കാരണം ഏതെങ്കിലും ഒരു കണ്ടന്റ്, ഇത് പ്രശ്നം വരെ എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തു, ഏതെങ്കിലും രീതിയിൽ ആ ഒരു നമ്മൾ പ്രൊമോട്ട് ചെയ്ത പ്രൊഡക്റ്റിനോ സർവീസിനോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ സമയത്താണ് പ്രശ്നം വരിക. അപ്പൊ ആരാണ് ചെയ്തത്, ഇന്നയാൾക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കും. പക്ഷെ എന്താണെങ്കിലും ഏതൊരു പ്രവൃത്തി നമ്മളിവിടെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു ലൈസൻസ് എടുത്തിട്ട് ചെയ്യണം. ഇതന്നെയല്ലേ ക്വസ്റ്റ്യൻ? അതെ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പം ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സിനാണ്. കോമിക് ബുക്സ്, ടോയ്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ട്, ബേബി ക്ലോത്ത്സ്, ഇതിനൊക്കെ എക്സ്ട്രാ അഡീഷണൽ ഡോക്യുമെന്റ്സ് വേണോ അതോ നമ്മൾ മെയിൻ ലൈസൻസ് എടുത്താൽ തന്നെ വി കൻ സെൽ എവറിത്തിങ്? നോർമൽ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ടോയ്സ് ഒക്കെ ഹാംഫുൾ ടോയ്സ് ഉണ്ടാവാം, ചില ടോയ്സ് ഒക്കെ ടെക്നോളജി കൂടുതൽ ഉള്ള ടോയ്സ് ഉണ്ടാവാം, ചില ടോയ്സ് ഒക്കെ ഇന്ന ഏജിന് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ വെച്ചിട്ടാണ് ഇത് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നൊന്ന്, നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. മറിച്ച് ലോക്കലി അവൈലബിൾ അല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന, അതേപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ആവശ്യമായിട്ടുള്ള പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റൂല. അത് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ആവശ്യമാണ്. ഇറ്റ് ഓൾ സബ്ജക്റ്റീവ് ആണ്. ഇതൊക്കെ ഇതിലൊക്കെ നമ്മൾ പിന്നെ കോമൺ ആയിട്ട് പറയുന്നത് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാണ്ട് നമുക്ക് ഒറ്റ അടിക്ക് പറയാൻ പറ്റില്ല. ഫുഡ്, ഹെൽത്ത്, പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ജ്വല്ലറീസ്, പിന്നെ ഈ മെഡിക്കൽ പ്രോഡക്ട്സ്, ഇതൊക്കെ അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്ട്രാ കെയർ, ഡിഫറെന്റ് ആയിട്ടുള്ള ലൈസൻസുകൾ ആവശ്യമാണ്. അതിന് പ്രത്യേക പെർമിഷൻ വേണം. മുനിസിപ്പാലിറ്റി, DHA, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ somebody has asked that if they can take a license regardless of which emirate they are from, Sharjah, Abu Dhabi, Dubai, everything. ഏത് ലൈസൻസിൽ എടുത്താലും ഏത് സ്ഥലത്തും ബിസിനസ് ചെയ്യാം. Okay. പിന്നെ when it comes to WhatsApp e-commerce that you mentioned earlier, ഈ വാട്സാപ്പിൽ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് if they are selling globally, will everybody be able to view the catalog and everything, right? Yes, of course. It depends on which. See, for example, ഇപ്പോൾ വാട്സപ്പിൽ നമ്മൾ ഇ കൊമേഴ്സ് ചെയ്യുന്ന സമയത്ത് അത് വെബ്സൈറ്റ് മാതിരി അല്ലല്ലോ. അത് വാട്സപ്പിൽ നമ്മളുടെ നമ്പറിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫോണിൽ എനിക്കൊരു 10,000 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, എൻ്റെ 10,000 നമ്പേഴ്സിൻ്റെ ഒരു 10-25 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വാട്സപ്പ് ഇ കൊമേഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഇതിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ എൻ്റെ ഷോപ്പ് കിട്ടും. എൻ്റെ വാട്സപ്പിലുള്ള ഷോപ്പ് അവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്തുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല, എനി കൺട്രി, അവർക്ക് അവിടെ നിന്ന് തന്നെ ഷോപ്പിലേക്ക് ക്ലിക്ക് ചെയ്യാം, അവിടെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും, അഡ്രസ്സ് കൊടുക്കാൻ പറ്റും, അത് കൊടുത്തിട്ട് പേയ്മെന്റ് അവിടെ നിന്ന് തന്നെ ഫുൾഫിൽ ചെയ്യാനും പറ്റും. അത് എവിടെ നിന്നാണെങ്കിൽ പറ്റും, വേൾഡ് വൈഡ് ആയിട്ട് പറ്റും. പ്രൊവൈഡഡ് ആ പേയ്മെന്റ് ഗേറ്റ്വേ നിങ്ങൾക്ക് പേയ്മെന്റ്
കളക്ട് ചെയ്യാനുള്ള പേയ്മെന്റ് ഗേറ്റ് വേ അലൗഡ് ആണെങ്കിൽ അവിടെ. ഇപ്പൊ ഇറാനൊക്കെ പോലുള്ള സ്ഥലത്ത് അത് അലൗഡ് അല്ല. ഇപ്പോൾ ചില കൺട്രീസിലൊന്നും പേയ്മെന്റ് ഗേറ്റ് വേ അക്സെപ്റ്റഡ് അല്ലാത്തടത്ത് നമുക്ക് പറ്റില്ല. ഓക്കെ, കുറച്ച് ഓഫ് ടോപ്പിക് ആണെങ്കിലും കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാനോ അതൊരു സർവീസ് ആക്കി വിൽക്കാൻ വേണ്ടിയിട്ട് ഇ-കൊമേഴ്സ് ലൈസൻസ് ആണോ എടുക്കേണ്ടത്, അതോ ഡിഫറെന്റ്? അല്ല, ഇ-കൊമേഴ്സ് ലൈസൻസ് അല്ല. അതിനിപ്പോ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പിന്നെ ഈ കണ്ടന്റ് ക്രിയേഷൻ, വെബ്സൈറ്റ് ഡിസൈൻ, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പിന്നെ സർവീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ലൈസൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞതിലുള്ള ഒരു സംവിധാനത്തിലുള്ള ലൈസൻസ് എടുത്താൽ മതി. ഈ 1350 ദിറംസിലുള്ള ലൈസൻസിൽ ഈ സർവീസ് ഒക്കെ വരുന്നുണ്ടോ നോക്കുക. അതല്ലെങ്കിൽ 5500 ദിറംസിന്റെ ഈ പറഞ്ഞ ഷംസ് എന്നുള്ള ഷാർജ ഫ്രീ സോൺ അതുപോലെയുള്ള ലൈസൻസിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ലൈസൻസുകൾ എടുക്കാൻ പറ്റും. അതിനിപ്പം നമുക്ക് ഓഫീസ് ഇല്ലെങ്കിലും വെർച്വൽ ഓഫീസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി കുറച്ചുകൂടി നല്ല ലൈസൻസ് വേണമെങ്കിൽ നമുക്കൊരു 11,000 ദിറംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇയർലി ആ ലൈസൻസ് എടുക്കാം. വിസ ഒന്നും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കോസ്റ്റ് ഇല്ലാണ്ട് ഈ ലൈസൻസ് എടുക്കാൻ പറ്റും. ഇനി വിസ ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വിസ കിട്ടാവുന്ന ലൈസൻസ് തന്നെ എടുക്കണം. വി ഓൾവേസ് റെക്കമെൻഡ് ടു ടേക്ക് ദുബായിലെ മെയിൻലാൻഡിലെ ലൈസൻസ് ആണ് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് ലൈസൻസ്. അവിടെ ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ വളരെ പെട്ടെന്ന് കിട്ടും. ഇതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രീ സോൺസ് ഇവിടെ ലഭ്യമാണ്. ആ ഫ്രീ സോൺസിലുള്ള ലൈസൻസ് നമുക്ക് എന്താക്കാൻ പറ്റും, ലഭിക്കും. ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുള്ളത് ഇ കൊമേഴ്സ് ബിസിനസ് ബന്ധപ്പെട്ട് കൂടുതൽ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന് നേരത്തെ പറഞ്ഞ ആൻസർ ഇ കൊമേഴ്സ് ലൈസൻസ് അല്ല അതിനു വേണ്ടി എടുക്കേണ്ടത്. ഇ കൊമേഴ്സ് ലൈസൻസ് അല്ല ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിന് എടുക്കേണ്ടത്. അതിന് വേറെ തന്നെ ലൈസൻസ് ആണ്. ഓക്കെ, മിസ്റ്റർ അസീസ് ചോദിച്ചിട്ടുണ്ട്, ഇ കൊമേഴ്സ് ബിസിനസ് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ എന്തെങ്കിലും ക്ലാസ് ഇനി നടത്തുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ നടത്തുന്നത് ഇപ്പൊ ഇതൊരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നമ്മൾ ഇ കൊമേഴ്സിന് വേണ്ടി സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഷോപ്പിഫൈ എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഷോപ്പിഫൈയിലൂടെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, ഇങ്ങനെയുള്ള ഒരു 3 hours സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ക്ലാസ്സുകളൊക്കെ നമ്മൾ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ആ വിഷയങ്ങൾ ഇന്ന് ഈ പറഞ്ഞ എനിക്കൊന്ന് ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ ഇതിനകത്ത് ജോയിൻ ചെയ്തപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഇതിന്റെ ലിങ്കും ഈ പറഞ്ഞ പോലെ ഈ വീഡിയോന്റെ ലിങ്ക് അയച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന മറ്റ് പിന്നെ ക്ലാസ്സുകളുണ്ട്. അതായത് ഇ കൊമേഴ്സിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഡ്രോപ്പ് ഷിപ്പിംഗ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊക്കെ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഇതുപോലെയല്ല, കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഇനി വരുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഒരു ചോദിച്ചിട്ടുള്ളത് ഒരു സിംഗിൾ ഹാൻഡഡ് ഓൺടർപ്രണർ ആണ്, ഓൾറെഡി വർക്കുള്ള ആളാണ്. ഹി ഓൺലി ഹാസ് ലിറ്റിൽ ടൈം ടു ഡെഡിക്കേറ്റ് ടു ദിസ്. അപ്പൊ ഒരു ഫുൾ ഇ കൊമേഴ്സ് പോകുന്നതാണോ നല്ലത്, അതോ ഡ്രോപ്പ് ഷിപ്പിംഗ് ട്രൈ ചെയ്യുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് പ്രൊഡക്റ്റും സർവീസസും നിങ്ങളുടെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഫുൾ ഇ കൊമേഴ്സിന് പോകുന്നത് നല്ലത്. ഇനി അതല്ല, നിങ്ങൾ ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ തലവേദന ഇല്ലാണ്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിന് ഡിലേ ആയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഈ ചൈനീസിന്റെ പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ കൂടുതൽ വരുന്നെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡിലേ ആയിട്ട് ഡെലിവറി ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പണിയാണ്. കസ്റ്റമർ നമ്മളെ വിളിക്കുക, കസ്റ്റമർ നമ്മളുടെ സൈറ്റിൽ കൂടിയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ആ ഒരു റിസ്ക് ഉണ്ട്. മറിച്ച് മറ്റേതാണ് നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഇ കൊമേഴ്സിന് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രൊഡക്റ്റും സർവീസും കൺട്രോൾ ചെയ്യാൻ പറ്റും. റിസ്ക് കുറവാണ്. നമുക്കറിയാം ആരാണ് നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നത്, നമ്മുടെ ഏത് സപ്ലയർ എടുത്താണ് വെൻഡർ എടുത്താണ് വാങ്ങിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് കുറച്ചുകൂടി എളുപ്പമാണ്, കുറച്ചുകൂടി നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. കാരണം നമ്മൾ ഈ പണം ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മൾ ബിസിനസ് ചെയ്യുന്നതിനേക്കാളും അതിനേക്കാളൊക്കെ മറുവശത്ത് നമ്മുടെ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ബിസിനസ്സിൽ ബിസിനസ് എത്ര നമ്മൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നതിനേക്കാളും ട്രസ്റ്റ് നമ്മൾ ബേസ്ഡ് ആയിട്ട്, അത് ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ നമ്മൾ പറയുമ്പോൾ കേട്ടിട്ട് അത് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്രെഡിബിലിറ്റി നമ്മൾ പോകാത്ത രീതിയിൽ വേണം നമ്മളൊരു സർവീസും ഒരു പ്രൊഡക്റ്റും കൊടുക്കുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൈസ കുറച്ച് വരും, പക്ഷെ പൈസ പോവുകയും ചെയ്യും അതുപോലെ. പക്ഷെ നമ്മൾക്ക് പോകാത്ത ഒരു സാധനം എന്താണ്? ട്രസ്റ്റ് ആണ്. നമ്മളൊരാളെടുത്ത് ഒരു കച്ചവടം, ഇപ്പൊ നമ്മൾ 22 വർഷമായിട്ട് 10,000-4,000 കസ്റ്റമേഴ്സ് നമ്മളെ കൂടെ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് കുഴപ്പമില്ല, അവരുടെ അടുത്ത് പോയാൽ അത് സേഫ് ആണെന്ന് തോന്നുന്നതുകൊണ്ടാണ്. ആ ട്രസ്റ്റ് നിങ്ങൾ ഓരോരുത്തരും ബിൽഡ് ചെയ്യണം. നിങ്ങൾ ഏത് ചെറിയ ബിസിനസ് ചെയ്യുമ്പോഴും, എത്ര വലിയ ബിസിനസ് ചെയ്യുന്നതിനേക്കാളും എത്ര കസ്റ്റമർ നന്നായിട്ട്, ഇപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കും നമുക്ക് 1000 കസ്റ്റമർ വേണം, ഒരു 10,000 ഫോളോവേഴ്സ് വേണം, 1,00,000 ഫോളോവേഴ്സ് വേണം. ഇത് തെറ്റാണ്.
നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാം ഒരു പേജ് തുടങ്ങി, ഒരു ടിക്ടോക്ക് പേജ് തുടങ്ങി, ഒരു വാട്സപ്പിൽ നിങ്ങൾ ഒരു സംഭവം, ഒരു മെറ്റ അപ്രൂവൽ എടുത്തൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ലൈസൻസ് എടുത്താൽ നിങ്ങൾക്ക് ഒരു 1000 ആൾക്കാർ മതി നിങ്ങൾ ഫോളോവേഴ്സ് ആയിട്ട്. വെറുതെ ഫോളോവേഴ്സിന്റെ നമ്പർ കൂട്ടാൻ ശ്രമിക്കണ്ട, മറിച്ച് ഒരു 1000 ആൾക്കാരെ നിരന്തരമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ആള്. ഇപ്പൊ നിങ്ങളൊരു ഫാഷനിലുള്ള ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത്, നിങ്ങളൊരു ഫാഷൻ വാച്ച്, ഒരു 100 ദിറംസിന്റെ ഒരു വാച്ച് നിങ്ങൾ ചെയ്യുന്നു. ആ വാച്ച് മാത്രം നിങ്ങൾ ചെയ്ത് നോക്കിയേ, അതിന് ആൾക്കാരുണ്ടാവും. ഒരു ദിവസം ഒരെണ്ണം വിറ്റാൽ മതി. അത് നിങ്ങളുടെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് വരുന്ന ആ വാച്ചിനെ കുറിച്ചുള്ള കഥകൾ, ആ വാച്ചിനെ കുറിച്ചുള്ള ഇമോഷൻസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ, അതൊക്കെ ഒരു ബാഗ്, ആ ബാഗിനെ കുറിച്ച് ഇമോഷൻസ്, അത് ക്രിയേറ്റ് ചെയ്യുന്ന ബ്യൂട്ടി, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ നമ്മളിലേക്ക് അടുത്തോണ്ടേയിരിക്കും. നമ്മുടെ ഫോളോവേഴ്സ് ആദ്യം ഒരു 10 ഉണ്ടാവും, 100 ഉണ്ടാവും. ആ 1000 ആൾക്കാർ അടുത്ത മാസം നിങ്ങൾ വേറൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ അതവർ വാങ്ങും, വേറൊരു സർവീസ് നിങ്ങൾ കൊടുക്കുമ്പോൾ അതവർ വാങ്ങിക്കും. ആ 1000, 2000, 3000 അങ്ങനെ മെല്ലെ കൊണ്ടുവന്നാൽ മതി. അത് 1 മില്യൺ ആൾക്കാരെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട്, ലെജിറ്റിമേറ്റ് ആയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ നിങ്ങളുടെ മുന്നിൽ ആൾക്കാരുണ്ടെങ്കിൽ, 10 ആളുണ്ടെങ്കിൽ, ആ 10 ആൾ നിങ്ങളുടെ ഏറ്റവും ലോയൽ ആയിട്ടുള്ള കസ്റ്റമറാണ്. ആ കസ്റ്റമറുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ, ലോകത്തുള്ള എല്ലാ കാര്യവും എനിക്ക് ചെയ്യണം, എല്ലാം ഞാൻ വെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞ് നിന്നാലൊന്നും നടക്കില്ല. അതിന് പകരം ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ് ചെറുതായിട്ട് തുടങ്ങി ഒരു സൈഡ് ഹസിൽ ഉണ്ടായിക്കൊണ്ട് പോകും. എനി ക്വസ്റ്റ്യൻസ്? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ ലൈസൻസിന്റെ കാര്യത്തിൽ തന്നെയാണ്. ഡിഫറെന്റ് എമിറേറ്റ്സ് ആയിട്ട് വരുമ്പോൾ ആർ ദർ ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ്? അങ്ങനെയാണെങ്കിൽ വിച്ച് എമിറേറ്റ്സ് ഇസ് ദ ബെസ്റ്റ് ഫോർ ഹാവിംഗ്? ദ ബെസ്റ്റ് പറയുന്നത്, ഇപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിൽ മെയിൻ ലാൻഡ് ലൈസൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ദുബായ് ആണ് ബെസ്റ്റ്. ഈസിയസ്റ്റ് പ്രൊസീജിയേഴ്സ് ആണ്, വിസ കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ്. അത് ദുബായ് ആണ് നല്ലത്. ഇനി അതല്ലെങ്കിൽ ഫ്രീ സോൺ ആണെങ്കിൽ ദുബായിൽ ഫ്രീ സോൺ ഉണ്ട്, ഷാർജയിൽ ഫ്രീ സോൺ ഉണ്ട്, ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോൺ ഉണ്ട്, അജ്മാൻ ഉണ്ട്, റാസൽ ഖൈമയിൽ ഫ്രീ സോൺ ഉണ്ട്. ക്രാക്ക് ഫ്രീ സോണും വളരെ ഫേമസ് ആണ്, വളരെ എഫക്റ്റീവും ആണ്. ഓൾവേസ് വി റെക്കമെൻഡ് ദുബായ് ആണ് നമ്മൾ ഏറ്റവും അധികം കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം പ്രൊസീജിയേഴ്സ് ഒക്കെ ഈസിയാണ്, ആൾക്കാരുടെ ഇടയിൽ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷാനി. ഓക്കെ, somebody has asked ഫ്യൂച്ചറിൽ ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടോ? വുഡ് ദ സെയിം ബി പെയ്ഡ്? എന്തായിരിക്കും അതിന്റെ ഒരു എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഡിപ്പെൻഡ് ആണ്. ഇപ്പൊ നമ്മൾ എന്തായാലും വീക്കിലി, അതുപോലെ തന്നെ ഇങ്ങനെ 2 വീക്ക് കൂടുമ്പോൾ നമ്മൾ പിന്നെ വെബിനാർസ് ഇങ്ങനെ സംഘടിപ്പിക്കും ഫ്രീ ആയിട്ട്. അത് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽസ് വെച്ചിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇനി നമ്മൾ വരുന്നതാണ്. അതെന്തായാലും നിങ്ങൾക്കൊക്കെ നമ്മൾ ഇമെയിലും അതുപോലെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. വാലിഡിറ്റി ഓഫ് വിസ ആൻഡ് ലൈസൻസ്, അതിന്റെ കണക്ഷനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നോർമലി വാലിഡിറ്റി ഏത് ലൈസൻസിനും UAE 1 year ആണ് വാലിഡിറ്റി. വിസ 2 years ആണ് വാലിഡിറ്റി വരുന്നത്. ചില ഫ്രീ സോണിൽ വിസ 1 year വാലിഡിറ്റി ഉണ്ടെന്ന്. Okay, someone saying that they are under the sponsorship of their husband, under the husband visa. So can they take the license under their name or should it be in their? Yes, of course. വിസ ഏതാണെങ്കിലും ലൈസൻസ് അവർക്ക് എടുക്കാൻ പറ്റും. ഇനി കമ്പനിയിലെ വിസയിൽ ചില ഫ്രീ സോണിൽ ചിലയിടത്ത് ലൈസൻസിന് വേണ്ടി NOC കൊടുക്കണം. പക്ഷെ DEDയിൽ പറഞ്ഞ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എടുക്കാൻ പറ്റും. അവർക്ക് തന്നെ അവരുടെ പേരിൽ തന്നെ എടുക്കാം. സോ എംപവറിംഗ് ദ വുമൺ, സ്ത്രീകൾ ശാക്തീകരണം നിർബന്ധമാണ്. സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അവരുടെ ലൈഫ് പലരും ഉണ്ട്. എനിക്ക് ഇൻഫോസോഫ്റ്റ് വരെ വർക്ക് ചെയ്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. നാട്ടിൽ നന്നായിട്ട് അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്തവർ ഇവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റും ഒരുപാട് ഫുഡെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ എത്രയോ കഴിവുകളുള്ള സ്ത്രീകളുണ്ട്. പക്ഷെ അവരെല്ലാം ഒന്നുകിൽ ഏതെങ്കിലും ഒരു ജോലി കയറി അവിടെ തളച്ചിടപ്പെടും, അതല്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും. ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ തരത്തിലുള്ള ലൈസൻസ് ഒരു 3-4 സ്ത്രീകൾ കൂടിയിട്ട് ചുറ്റുവട്ടമുള്ള അവർ വിചാരിച്ചാൽ ഒരു പ്രൊഡക്റ്റ് മതി, 1000 പീസ് അവർക്ക് വിൽക്കാൻ പറ്റും. ഒറ്റ സർവീസ് മതി, 100 കണക്കിന് കസ്റ്റമർ അവർ വിചാരിച്ചാൽ കിട്ടും. കാരണം ആ വിശ്വാസം നമ്മൾ നേടിയെടുക്കണം. അതിനുവേണ്ടി പെണ്ണ് ഒരുമ്പെട്ടാൽ നമ്മൾ പറയാറുണ്ട്, ഒരു സ്ത്രീ ഒരുമ്പെട്ടിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കാതെ വേറെ ഒരു നിർവാഹമില്ല. സക്സസ് ഈസ് മാൻഡേറ്ററി, ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ. അത് ഉറപ്പാണ്.
അങ്ങനെയുള്ള ആൾക്കാരെ എംപവർ ചെയ്തിട്ട് ആ രീതിയിലുള്ള മലയാളി സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ അവരുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞാൻ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം നമ്മളൊരു 495 ആൾക്കാർക്ക് നമ്മൾ ജോലി വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ശ്രമിച്ച സമയത്ത് അങ്ങനെ പറ്റി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് നമ്മൾ കിട്ടിയ ഒരു സാധനം ഒരുപാട് പെൺകുട്ടികൾ ജോലി തേടി വന്നിട്ട് അലഞ്ഞ് തിരിഞ്ഞ് അവസാനം ഒന്നും പറ്റാതെ നാട്ടിൽ പോയവരുണ്ട്. ഇവിടെ തന്നെ റെന്റ് കൊടുക്കാൻ പറ്റാത്തവരുണ്ട്, വിസ റിന്യൂ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും ബന്ധുക്കളോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങി ഒരു സൈഡ് ഹസിൽ ഉണ്ടാക്കിയാൽ അത് ഭയങ്കര ബ്യൂട്ടിയാണ്, അത് ഭയങ്കര രസമാണ്. നിങ്ങൾ 4-5 അക്കൗണ്ടൻസ്, ഒരു അക്കൗണ്ടൻസ്, ഒരു ഡിജിറ്റൽ മാർക്കറ്റർ, ഒരു PRO വർക്ക് അറിയുന്ന ആൾ, ഇതെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു കോൺഗ്ലോമറേറ്റ് സൃഷ്ടിച്ചാൽ മതി. ചെറിയ പൈസക്ക് ലൈസൻസ് എടുത്ത് എല്ലാവരും കൂടി ഇട്ട് അതിനങ്ങോട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വേർഡ് ഓഫ് മൗത്ത് മതി. ഓരോ കുടുംബത്തിലും പെട്ട 100 കണക്കിന് ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ബിസിനസ്സുകൾ കിട്ടും. അത് നമ്മൾ റിലീജിയസ് ആയിട്ട് ചെയ്യണം. അതായത് അത്ര കൃത്യമായിട്ട് അതിനെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന് ചെയ്താൽ ഈ ജോലി തേടി വരുന്ന ഓരോരാളും ഒരു എന്റർപ്രണർ ആവും, ഒരു ബിസിനസ് വുമൺ ആവും. അത് ഉറപ്പാണ്. അഞ്ജന അനീഷ് റേസ് ദ ഹാൻഡ്. എനി ക്വസ്റ്റ്യൻ? Can't see any questions on the question answer section. എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. If anybody has any questions, please drop it right now so we can answer. Any questions? Questions, feedbacks, everything is open on the question answer എന്തായാലും section. I would like to hear from you. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അഞ്ജന അനീഷിനെ I allow to talk. Yes, അഞ്ജന, പറയൂ. Anyone else? She has message saying it's clear. Nitka, thank you so much. Thank you so much, sir, for the wonderful session. ഒരു question വന്നിട്ടുണ്ട്. General store and website, which license is better? ജനറൽ ട്രേഡിംഗ് ലൈസൻസ്. ജനറൽ ട്രേഡിംഗ് ലൈസൻസ് വന്നിട്ടൊരു ലൈസൻസ് ഉണ്ട്, അതായിരിക്കും കൂടുതൽ നന്നാവുക. Can you give an idea about WhatsApp broadband? I think you mean WhatsApp broadcast. ബ്രോഡ്കാസ്റ്റ്, യെസ്. വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു വാട്സപ്പിൽ നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട്. മാത്രമല്ല അത് ലീഗലൈസ്ഡ് അല്ല. അതായത് നമുക്കത് ഏത് സമയത്തും നമ്മളുടെ ഈ ഒരു വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെറ്റാ വെരിഫൈഡ് ആയിട്ടുള്ള വാട്സപ്പ് എടുക്കണം. മെറ്റാ വെരിഫൈഡ് ആയിട്ടുള്ള വാട്സപ്പ് എടുത്തിട്ട് അതിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്താലാണ് നമ്മുടെ കമ്പനിയുടെ ലോഗോ, ആ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാറ്റലോഗ് പോലെയുള്ള അതുപോലെ ടെംപ്ലേറ്റ് ഒക്കെ നമുക്ക് ആക്കാൻ പറ്റും. അത് കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് വാട്സ്ആപ്പ് ബ്ലൂ ടിക്ക് സെയിം ആണോ? അല്ലല്ല, ബ്ലൂ ടിക്ക് ഗ്രീൻ ടിക്ക് എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ വെരിഫൈ ചെയ്ത മെറ്റയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് അവരുടെ ഡിസ്ക്രിപ്ഷനിലുള്ളതാണ് വാട്സപ്പ്. അതായത് ഫേസ്ബുക്ക്, അതായത് മെറ്റ തരുന്ന ഒരു ഓതന്റിസിറ്റിയാണ് ഈ ബ്ലൂ ടിക്കും ഈ ഗ്രീൻ ടിക്കും. Okay, very specific question. May I know the procedure to start a shop for license approved by RTA? അപ്രൂവ്ഡ് ബൈ RTA ആണെങ്കിൽ നമുക്ക് RTAയുടെ 800-9090 വിളിച്ചിട്ട് നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് ഏതൊക്കെയാണ് അപ്രൂവ്ഡ് ബൈ RTA എന്ന് പറഞ്ഞാൽ RTAയുടെ അപ്രൂവൽ എന്തിനുള്ളതാണെന്ന് അറിയില്ല അവർക്ക് വേണ്ടത്. അത് സാധാരണ മോട്ടോർ ഇൻഷുറൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ ടാക്സി സർവീസസ്, അതുപോലെ ട്രാൻസ്പോർട്ട് സർവീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ RTA. പിന്നെ അല്ലെങ്കിൽ നോൾ കാർഡ് കാര്യങ്ങളൊക്കെ വെക്കുന്ന മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഏത് കാര്യത്തിനാണ് വേണ്ടിയാണ് RTA അപ്രൂവൽ എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാം. Thank you so much, sir. Expecting more like this regarding service-based license, freelancing license. ഡ്രസ് ഷോപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് ഷോപ്പ് തുടങ്ങാനാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ലൈസൻസ് മതി. ഷോപ്പ് ട്രേഡിങ്ങിന്റെ, ഡ്രസ് ട്രേഡിങ്ങിന്റെ തന്നെ ഗാർമെന്റ്സ് ലൈസൻസ് ഉണ്ട്, അത് എടുക്കാൻ പറ്റും. Are you conducting any offline seminar? We will be attending the one. Yeah, we will be coming up soon. നമ്മൾ എന്തായാലും ഏത് ഈവന്റ് വരുമ്പോഴും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് അറ്റൻഡ് ചെയ്ത മുഴുവൻ ആൾക്കാരെയും. I am running a food production company in Fujairah, but I need to start an e-commerce also. It's very simple. ഫുഡ് പ്രൊഡക്ഷൻ കമ്പനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയേണ്ടതില്ല. ഇ-കൊമേഴ്സിന്റെ ലൈസൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ലൈസൻസിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതേപോലെ പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ടാക്കുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മുഹമ്മദ് ഐഫോൺ, അതൊന്ന് നോട്ട് ചെയ്തോളൂ ഷാനിദ. ഒരാൾ ചോദിച്ചിട്ടുള്ളത്, how can we
Yeah, how can we gain the customer in ordering the product? For example, if a customer adds something into the cart and doesn't buy it, abandon cart ചെയ്യുമ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് പുള്ളി അല്ല, ചോദിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഈ കൊമേഴ്സിനകത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ബാക്ക് എൻഡിൽ ഇപ്പൊ നമുക്ക് കയറി കഴിഞ്ഞാൽ അവര് എന്താണ് ഈ രീതിയിലുള്ള എത്ര ആൾക്കാർ വന്നു എന്നുള്ള അറിയാൻ പറ്റുമല്ലോ. അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോ. And I think we can do that on WhatsApp e-commerce also, right, sir? Yes. I want to set up a Shopify store. How to contact you? I think. Yeah, already നമുക്കിപ്പം we will be getting in touch. Shanida, you can give your number. Yes, sir. You can type in number there itself. Yes, I'll be doing that. If anyone wants to contact, Shanida, what is the number you can give? 050? It is 054 054 307 3326. നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ട് ചെയ്യാം. 054-307-3326 ആണ് ഷാനിദയുടെ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഷാനിദ വിൽ ബി കോൺടാക്ടിങ് യു വിത്ത് ദ വീഡിയോ. ഈ വീഡിയോന്റെ പിന്നെ ഇതെടുത്തിട്ട് ലിങ്ക് അയച്ചു തരും. അതേപോലെ മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് സെഷൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് തരുന്ന സെഷൻ. തീർച്ചയായിട്ടും ജസി വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ ഡീറ്റെയിൽഡ് സെഷൻസ്. ഹൗ ക്യാൻ ബി ലിസ്റ്റ് ഇൻ ആമസോൺ? വി ഹാവ് എ സർവീസ് പ്രജീത്. നമ്മൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതായത് 3 സ്റ്റെപ്പാണ് ആമസോണിൽ നമ്മൾ ചെയ്യുമ്പോൾ. ഒന്ന്, ആമസോണിൽ നമ്മൾ അപ്രൂവൽ എടുക്കുക, അതിനകത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആമസോണിന്റെ അക്കൗണ്ട് സെറ്റപ്പ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നിങ്ങളെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് അതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വിൽ ബി ഇൻ ടച്ച് വിത്ത് യു പ്രജീവ്. Yes, we've noted down all of that. Please give me more details on pharmacy e-commerce platform. I think we can have a one-to-one also on we this. can have sessions. Mr. Yes. Mezun Hamza, we will be getting in touch with you for sure. All right. I think we are here to wind up. If there is no question, I think എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിച്ചു, നിങ്ങളായിട്ട് സംവദിക്കാൻ സാധിച്ചു. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇ-കൊമേഴ്സ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാണ് നമ്മുടെ പ്ലാൻ. ദാറ്റ് മീൻസ് മലയാളികളായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ അറിയാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാനും, ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇ-കൊമേഴ്സ് തുടങ്ങാനും, അതേപോലെ അതിനുള്ള എല്ലാ ഒരു 360 ഡിഗ്രി സർവീസസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നിങ്ങളെ പഠിപ്പിച്ചു തരിക. ആ പഠിപ്പിച്ചു തരുന്നതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അറിയാമെങ്കിൽ 100% വിശ്വാസത്തോടു കൂടി ആ സർവീസ് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും നേരം നിങ്ങളായിട്ട് സംവദിക്കാൻ സാധിച്ചാൽ, നിങ്ങൾ ഇത്രയും നേരം സമയം ഒരുപാട് ആൾക്കാർ ഈ സമയത്ത്, അതായത് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഒരു 11 മണിയായി, 10:40 ഇവിടെ ഇപ്പൊ 9:30 മണിയായി, 1.5 മണിക്കൂറോളം നിങ്ങൾ നമ്മളെ കൂടെ ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ കേട്ടു. ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് ഗെയിൻഡ് സംതിങ്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ സമൂഹത്തിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കണം. യു ഹാവ് ടു. ഒരാൾ വിചാരിച്ചാൽ പോലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എന്ത് മാറ്റം ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മളായിട്ട് തന്നെ മുമ്പോട്ട് വരണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ, പ്രത്യേകിച്ച് അവരുടെ കൂടെയുള്ള പിന്നെ സ്ത്രീജനങ്ങൾ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ കുറെ ആൾ കൂടുമ്പോൾ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അങ്ങനെ ഓൺലൈൻ വഴി ഒരു വിപ്ലവം നമുക്ക് സൃഷ്ടിക്കണം. വി ഹാവ് ടു മേക്ക് എ റെവല്യൂഷൻ ഇൻ ദിസ് കൺട്രി വിത്ത് അവർ ടാലന്റ്, ടെക്നിക് ആൻഡ് അവർ ട്രസ്റ്റ് വർത്തി ലൈഫ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ, listening to me and giving your support. Hope you enjoyed it. Thank you so much. Shani, you can close the session. Yes, sir. You can give a vote of thanks and close the session. Yes. Thank you so much to everyone who attended, sir. പറഞ്ഞപോലെ ഇത്ര ലേറ്റ് ആയിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻഗേജിംഗ് ആയിട്ട് ചോദിച്ചതിലും I hope we did justice to all your question. Thank you so much, sir, for sharing all your knowledge. ഇനിയും ആൾക്കാർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. We will be reaching out to them personally after this. Definitely tomorrow our team will reach out. എല്ലാ ഡൗട്ട്സും നമ്മൾ തീർത്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്, സർ, ഫോർ ഓൾ ദി ഇൻഫർമേഷൻ. ഡ്രോപ്പ് ഷിപ്പിംഗ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഹോപ്പ് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ ഒപ്പീനിയൻസ് ആൻഡ് യുവർ നോളജ് വിത്ത് അസ്. ഒരുപാട് ആൾക്കാർ താങ്ക് യു പറയുന്നുണ്ട്. അഞ്ജന, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. സോ യെസ്, താങ്ക് യു സോ മച്ച്, സർ, ആൻഡ് താങ്ക് യു എവരിവൺ. നമസ്കാരം. ഗുഡ് നൈറ്റ്.